ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയകരം സർവലോകൈകനാഥം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സ്വാഗത ഭാഷണത്തിനായിട്ട് ശ്രീമതി അനിത ശ്രീകുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമ പഠന യജ്ഞം സംബന്ധമായ രണ്ടാമത്തെ ഓൺലൈൻ സെമിനാറാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗമായ ശ്രീ കരമന ജയന്തിയാണ്. ഈ ശ്രീ പത്മനാഭസ്വാമി ഭക്തമണ്ഡലിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടക്കം മുതലേ എല്ലാവിധ സഹായങ്ങളും പ്രോത്സാഹനവും നൽകി വരുന്ന അദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. സംശുദ്ധ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന അദ്ദേഹം നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മലനാട് ദിവ്യദേശങ്ങളും പത്മനാഭസ്വാമി ക്ഷേത്ര മഹിമയും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുവാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ വി വാസുദേവൻ അവർകൾ ആകുന്നു. അദ്ദേഹം ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ റിട്ടയർഡ് പ്രൊഫസറും ഡീനുമാകുന്നു. ശ്രീ വാസുദേവാചാര്യയെ ഈ സെമിനാറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ധർമ്മസാരമായ വിഷ്ണു സഹസ്രനാമം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മളോട് സംസാരിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഭാഗവത ശ്രീ മാധവൻ നമ്പൂതിരി അവർകളാകുന്നു. അദ്ദേഹം തന്ത്രിവര്യനും യജ്ഞാചാര്യനും കൂടാതെ വേദാന്തം സംസ്കൃതം അധ്യാപകനുമാകുന്നു. അദ്ദേഹത്തെയും പത്മനാഭസ്വാമി ഭക്തമണ്ഡലിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും ശ്രീ പത്മനാഭ ഭക്തമണ്ഡലിയുടെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. വളരെ നന്ദി ശ്രീമതി അനിത ശ്രീകുമാർ. ഭഗവത്പാദ ഭക്തമണ്ഡലിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന വിഷ്ണു സഹസ്രനാമ പഠന യജ്ഞത്തെ കുറിച്ച്, അതിന്റെ ഇതുവരെയുള്ള പുരോഗതിയെ കുറിച്ചും എല്ലാം സംസാരിക്കുന്നതിനായിട്ട് ശ്രീ സജി അവർകളെ, ജയകുമാർ അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശബ്ദം വ്യക്തമാണല്ലോ അല്ലേ? അതെ വ്യക്തം. ഇവിടെ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു, അതാണ് ആദ്യം ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടായത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ ഓൺലൈൻ മീറ്റിംഗ് കഴിഞ്ഞ 21 ദിവസം, അതില് നമ്മള് ശാന്താകാരം ഭുജഗശയനം ഉൾപ്പെടെ 19 ശ്ലോകങ്ങളും ശാന്താകാരവും ചേർത്തിട്ട് 20 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പൊ അതിനിടയിൽ 10 ശ്ലോകം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സെമിനാർ ഇതുപോലെ കൂടുകയുണ്ടായി. ആ സെമിനാറിലെ വിഷയങ്ങൾ നമുക്കെല്ലാം അറിയാം. രാമായണ മാസത്തിന്റെ തലേദിവസമായിരുന്നത് കൊണ്ട് രാമായണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പ്രത്യേകിച്ചും പത്മനാഭസ്വാമിയുടെ ആ പ്രതിഷ്ഠാഭാവം രാമാവതാരത്തിന് മുമ്പുള്ള ഭാവമാണ്. അപ്പോൾ അതിനെ നമ്മൾ സ്മരിച്ചുകൊണ്ട്, രാമായണ മാസത്തിന്റെ ആരംഭത്തിന്റെ തലേദിവസമായതുകൊണ്ട് രാമായണം ഒരു വിഷയമായിരുന്നു, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു വിഷയമായിരുന്നു, സഹസ്രനാമം മറ്റൊരു, അങ്ങനെ ഒരു 3 വിഷയമായിരുന്നു കഴിഞ്ഞ സെമിനാറിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് നമ്മൾ തന്ത്രവീര്യനുമായിട്ട് കൂടിയാലോചിച്ച സമയത്ത് അടുത്ത സെമിനാർ എന്താകണം എന്നുള്ള ചിന്തയിലാണ്. നമ്മുടെ ക്ഷേത്ര മഹിമ അതിനെ വ്യക്തമാക്കുന്നതും സഹസ്രനാമത്തിന്റെ ആമുഖം
എന്നുള്ള രീതിയിൽ എങ്ങനെയാണോ സഹസ്രനാമം ആരംഭിച്ചത്, യുധിഷ്ഠിര മഹാരാജാവ് കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങള്, അത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ യുധിഷ്ഠിര മഹാരാജാവിനെ കൂട്ടി ഭീഷ്മ പിതാമഹൻ അടുത്തേക്ക് എത്തുകയാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഭീഷ്മ പിതാമഹനിൽ നിന്ന് ശ്രവിക്കാം എന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടി. അപ്പൊ അവിടെയാണ് ഈ നമ്മുടെ വിഷ്ണു സഹസ്രനാമം സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെയും നമുക്ക് ഇന്നിവിടെ കേൾക്കാം. ആദ്യം നമുക്ക് മലനാട്ടു തിരുപ്പതികള് അല്ലെങ്കിൽ ദിവ്യദേശങ്ങളില് 108 വൈഷ്ണവ ധാമങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ മലനാട്ടില് 13 വൈഷ്ണവ ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടും ഈ 108 വൈഷ്ണവ ധാമങ്ങളിൽ പറയാറുണ്ട്. അപ്പൊ അതിൽ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിനടുത്തുള്ള തിരുപ്പതി സാരം ക്ഷേത്രം വരെ, അങ്ങനെ ആ ഒരു ക്രമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 11ാമത്തെ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വരിക. നാവാമുകുന്ദൻ 1 എന്ന് എണ്ണുകയാണെങ്കിൽ 11ാമത്തെ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും 12 തിരുവട്ടാർ ക്ഷേത്രവും 13 തിരുപ്പതി ക്ഷേത്രവുമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ 13 ക്ഷേത്രങ്ങൾ, 108 ക്ഷേത്രങ്ങൾ, അതെല്ലാം നമുക്ക് ആദരണീയനായിട്ടുള്ള ശ്രീ വാസുദേവ ആചാര്യയിൽ നിന്ന് നമുക്ക് ശ്രവിക്കാവുന്നതാണ്. ഇതില് ഇന്ന് നമ്മുടെ ഇതിന്റെ ഈ ഓൺലൈൻ മീറ്റിംഗില് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ആൾക്കാര് ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതില് ശർമാജി സൂചിപ്പിച്ചതുപോലെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളില് നമ്മുടെ പൂജ്യ ചിദാനന്ദപുരി സ്വാമിജിയുടെ പാഠങ്ങള് യൂട്യൂബിലൂടെയും മറ്റും പോകുന്നതിന്റെ ഒരു ഡാറ്റ നമ്മൾ കഴിഞ്ഞ 3 ദിവസം മുമ്പൊന്ന് നോക്കുകയുണ്ടായി. നമുക്ക് മനസ്സിലായതനുസരിച്ചിട്ട് അത് 1,40,40,000-ഓളം പേരാണ് അതില് ഇതുവരെ നമ്മളെ കണ്ടിരിക്കുന്നത്, ആ ദിവസവും പാഠങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മണ്ഡലിയുടെ പ്രധാന ഗ്രൂപ്പുകളിലൂടെയും ഉപഗ്രൂപ്പുകളിലൂടെയും സൗന്ദര്യലഹരി ഉപാസന മണ്ഡലിയുടെ ഗ്രൂപ്പുകളിലൂടെയും ലോകമെമ്പാടുമുള്ള വിവിധ നമ്മുടെ പല പല പ്രവർത്തകരിലൂടെ അവരുടെ ഉപഗ്രൂപ്പുകളിലൂടെ, അതിനൊന്നും നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു കണക്കൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ എല്ലാം അനുവദനീയമായ എല്ലാ ഗ്രൂപ്പുകളിലൂടെയും ഈ പാഠങ്ങൾ പോകുന്നുണ്ട്. അത് പൂജ്യ ചിദാനന്ദപുരി സ്വാമിജിയുടെ വ്യാഖ്യാനം മലയാളത്തില്, ശ്രീ നമ്മുടെ മദ്രാസ് സാൻസ്ക്രിറ്റ് കോളേജിലെ ഡോക്ടർ KS മഹേശ്വരൻ നമ്പൂതിരിയുടെ സംസ്കൃതത്തിലുള്ള പാഠങ്ങള്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അശ്വിൻ സമ്പത് കുമാറിന്റെ ഇംഗ്ലീഷിലുള്ള പാഠങ്ങളെല്ലാം, അതുപോലെ ഇടമന വസുദേവൻ നമ്പൂതിരിയുടെ ശ്ലോകങ്ങൾ ചൊല്ലുന്ന ആ ഒരു ഓഡിയോ ശബ്ദം, ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ആൾക്കാര് പങ്കുവയ്ക്കുന്നുണ്ട്. സഹസ്രനാമത്തിന്റെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളെല്ലാം തുടർന്ന് ഇപ്പൊ തന്നെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള പല ഇത് വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ അതിനൊന്ന് ക്രമീകരിക്കാനുള്ള ഒരു സമയം അത് കിട്ടാത്തത് കൊണ്ടാണ് ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാത്തത്. അതൊരു ഏകദേശം ഒരു 50-നടുത്തുണ്ട്. ഞാൻ ഇന്ന് രാവിലെയും നമ്മുടെ ക്ലാസ്സിൽ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെയുള്ള എല്ലാം നമുക്ക് തുടർന്ന് നമ്മുടെ ക്ലാസ്സുകളിലും സെമിനാറുകളിലും ചർച്ച ചെയ്യപ്പെടാം. ഇതൊക്കെയാണ് സാമാന്യമായിട്ട് നമ്മുടെ ഇതുവരെയുള്ള പഠനത്തിന്റെ ഒരു ക്രമം. ഇതോടൊപ്പം നമ്മുടെ അച്യുതഭാരതി സ്വാമിയാരുടെ നേതൃത്വത്തില്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ നേതൃത്വത്തില് നേരിട്ടുള്ള പഠനം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തായിട്ടുള്ള ശ്രീ മഹാലക്ഷ്മി ഓഡിറ്റോറിയത്തില് ഇന്ന് 2ാമത്തെ ക്ലാസ് കഴിയുകയുണ്ടായി. ഇനി അടുത്ത ക്ലാസ് 10-ാം തീയതിയാണ്. ഇനി നമ്മുടെ സഹസ്രനാമം കുലശേഖര മണ്ഡപത്തിൽ നടക്കുന്നതിന്റെ 3-ാം ഘട്ട സമർപ്പണം നമ്മുടെ 9-ാം തീയതി ശ്രാവണ പൂർണിമയുടെ അന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഉദ്ഘാടകനായിട്ട് ശ്രീ കരമന ജയൻചേട്ടനുണ്ട്, അതുപോലെ തന്നെ വാസുദേവാചാര്യയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കിഴക്കേട മാധവൻ നമ്പൂതിരിയുണ്ട്. എല്ലാവരെയും നമ്മുടെ ഈ സഭയുടെ ആമുഖം സൂചിപ്പിച്ചുകൊണ്ട് അവരെല്ലാം ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നന്ദി സജിജി. ഈ ഇന്നത്തെ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗവും നമ്മുടെ ഈ
പഠന പരിപാടികൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുന്ന ആദരണീയനായ ശ്രീ കരമന ജയൻ അവരെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമ പഠനയജ്ഞത്തിന്റെ രണ്ടാമത്തെ സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രിവര്യനായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള ബ്രഹ്മശ്രീ സതീശൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ കുലശേഖര മണ്ഡപത്തിൽ നിത്യവും നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഈ സഹസ്രനാമം 10 കോടി അധികം നമ്മെ സംബന്ധിച്ച് ഒരു തീർച്ചയായും ശ്രീ പത്മനാഭ ഭക്തജന മണ്ഡലി അതിന്റെ നേതൃത്വം എന്തുകൊണ്ടും അഭിമാനകരമായി അതിനെ പ്രത്യേകം അനുമോദിക്കുകയാണ്. ശ്രീ വിഷ്ണു സഹസ്രനാമം ഈ നാമജപം നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങിയതിന് ശേഷം വലിയൊരു മാറ്റമാണ് കാണാൻ കഴിയുന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ അതിനോട് യോജിച്ചുകൊണ്ട് ഈ സഹസ്രനാമത്തിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പലരും ഞാൻ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് പല ഭക്തജനങ്ങൾ എന്നോട് ചോദിച്ചു, ഈ വിഷ്ണു സഹസ്രനാമ ജപത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്ന്. തീർച്ചയായിട്ടും അത് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഭക്തിപരമായിട്ടുള്ള വലിയൊരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. 2 സമർപ്പണം അവിടെ നടന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് നടന്നിട്ടുള്ള സമർപ്പണം, വടക്കേ നടയിലെ സമർപ്പണം, ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ടും ഈ സഹസ്രനാമത്തിൽ നാമം ജപിക്കുന്നവർ മാത്രമല്ല, അല്ലാതെ തന്നെ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത്. ആ ഒരു ദിവസം തന്നെ നമ്മൾ ക്ഷേത്രത്തിന്റെ ഒരു അന്തരീക്ഷം വല്ലാതെ നമുക്കൊരു പുണ്യം കിട്ടുന്ന ഒരു കാര്യമായി മാറി എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹം തന്നെ, തിരുവനന്തപുരത്തിന്റെ പൊതുസമൂഹം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. അതിന് ഈ ഭക്തജന മണ്ഡലി അതിനെക്കുറിച്ച് എടുത്തിട്ടുള്ള ഒരു ശരിക്കും പറയുന്ന ഇനിഷ്യേറ്റീവ് അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ക്ഷേത്രത്തിന്റെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഭരണസമിതിയുടെ മുന്നോട്ടുള്ള പോക്ക് പല തടസ്സങ്ങളും പല പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്താൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ തന്ത്രിവര്യന്റെ സതീശൻ നമ്പൂതിരിപ്പാടിന്റെ ഞങ്ങളൊക്കെ ഉപദേശങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ നാമജപം എന്തുകൊണ്ടും അതിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്നു എന്ന് ഞാൻ അറിയിക്കുകയാണ്. പക്ഷേ ഈ ഭരണസമിതിക്ക് വേണ്ടി ഞാൻ അറിയിക്കുകയാണ്. ശ്രീ വിഷ്ണു സഹസ്രനാമത്തിന്റെ പഠനയജ്ഞം ശരിക്കും അത് പലർക്കും അത് പഠിക്കാനും നാളെ സമയത്ത് ഇത് നല്ല രീതിയിൽ ജപിക്കാനും കഴിയുന്ന തരത്തിലേക്ക് മാറ്റാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ഭക്തജനങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു യജ്ഞമായി, വലിയൊരു യജ്ഞം തന്നെയാണ്. ഇത് എത്രയും മുന്നോട്ട് വരുന്ന നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പഠനയജ്ഞം 2ാം സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടിയത് തന്നെ എനിക്ക് വളരെ പുണ്യമായി ഞാൻ കാണുന്നു, ഭാഗ്യമായി കാണുന്നു. ഇനിയും മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഇനി ഓഗസ്റ്റ് 9 നടക്കുന്ന സമർപ്പണം വലിയ
ഒരു വലിയ നമുക്ക് തിരുവനന്തപുരത്തെ മുഴുവൻ അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ സമർപ്പണം നമുക്കറിയാം. നമ്മുടെ അറിയപ്പെടുന്ന പല മഹാവ്യക്തിത്വങ്ങൾ നമുക്ക് വീഡിയോ വഴി സന്ദേശം എത്തിച്ചു. അത് തന്നെ നമുക്ക് ആയിരക്കണക്കിന് ക്ഷേത്രത്തിൽ വരാതെ തന്നെ പല ഭക്തജനങ്ങളും ലൈവായിട്ട് കാണാനും സാധിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമർപ്പണമായി മാറി. ഓഗസ്റ്റ് 9 നടക്കുന്ന സമർപ്പണം അത് വഴിയൊരുക്കട്ടെ, ഇനിയും വളരെ കാര്യമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ശ്രീ പത്മനാഭസ്വാമിയോട് അനുഗ്രഹം ഉണ്ടാവട്ടെ, ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷദ്വീപം വരാൻ പോകുന്നു. ഒരു മഹാസംഭവമാക്കി മാറ്റാൻ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമായിട്ടുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ലക്ഷദ്വീപം എന്ന ഒരു മഹാ ചടങ്ങ് വൻ വിജയമാക്കി തീർക്കാൻ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ മാസം 21-ന് ആഗസ്റ്റ് 21-ന് നമ്മുടെ മഹാനടൻ ശ്രീ മോഹൻലാൽ വിളംബരം ചെയ്യുന്ന കേൾക്കുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് തടസ്സം ഉണ്ടായി. ഇപ്പൊ കേൾക്കാം. ഇടയ്ക്കൊരു തടസ്സം ഉണ്ടായി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ 9 നടക്കുന്ന ഈ സമർപ്പണം വലിയൊരു വീണ്ടും ഭക്തജനങ്ങളുടെ ഒരു അനുഗ്രഹം, ഭക്തജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് പഠനയജ്ഞത്തിന്റെ 2ാം സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ എല്ലാവരുടെ അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. വളരെ സന്തോഷം ജയൻ ചേട്ടാ, വളരെ നന്ദി. നമുക്ക് ഇന്നത്തെ സെമിനാറിന്റെ ആദ്യ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ആദ്യ വിഷയം ദിവ്യദേശങ്ങൾ, മലനാട് ദിവ്യദേശങ്ങൾ. അതിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര മഹിമ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ആദരണീയനായ വാസുദേവാചാര്യ അവർകളാണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ പ്രൊഫസറും ഡീനുമായിരുന്ന അദ്ദേഹത്തെ സ്നേഹാദരപൂർവം ഇന്നത്തെ സെമിനാറിന്റെ ആദ്യ വിഷയം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിച്ചു. ഒരു നിമിഷം ശർമാജി, നമ്മുടെ മറ്റുള്ളവര് ആ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാനായിട്ടൊന്ന് പറഞ്ഞേക്കോ, മറ്റുള്ള എല്ലാവരും. അതായത് നമ്മുടെ ഇപ്പൊ ഈ സംസാരിക്കുന്നവര് മതി, അല്ലെങ്കിൽ മറ്റുള്ളതെല്ലാം അതൊരു പല പല ചിത്രങ്ങളായിട്ട് വരുമ്പോൾ ക്ലാസ്സിലെ ശ്രദ്ധകൾ മാറുന്നുണ്ട്. ഇടയിൽ ഇടപെട്ടതിൽ ക്ഷമിക്കണം. ശ്രീ പത്മനാഭചരണൗ ശരണം പ്രപദ്യേ. ശ്രീമൻ അനന്തപുരനാഥ നമോ നമസ്തേ. ശ്രീ പത്മനാഭ ഭക്ത മണ്ഡലി, ഈ മണ്ഡലിക്ക് സാഷ്ടാംഗ നമസ്കാരം. ശ്രീ സഹസ്രനാമ പഠന യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം. ഈ സഹസ്രനാമ പഠനത്തിനെ കുറിച്ച് സ്വാമി നമ്മാഴ്വാർ ഒരു വിഷയം പറയുന്നുണ്ട്. നമ്മാഴ്വാർ, ഈ ആഴ്വാർ എന്ന് പറയപ്പെടുന്ന ഭക്തന്മാരിൽ പ്രധാനപ്പെട്ടു വരുന്നതാണ് നമ്മാഴ്വാർ. ആഴ്വാറുകൾ പാടിയ ക്ഷേത്രങ്ങളാണ് ദിവ്യദേശം എന്ന് പറയപ്പെടുന്നത്. അത് എൻ്റെ വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ആദ്യം തുടങ്ങുന്നത്. നമ്മാഴ്വാർ പറയുന്ന ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ, തിരുമാൽ തിരുപ്പേർ വല്ലാർ അടിക്കണ്ണി സൂടിയ മാറൻ എന്നാണ് ആത്മപരിചയം ചെയ്യുമ്പോൾ നമ്മാഴ്വാർ പറയുന്നു. തിരുപ്പേർ വല്ലാർ, തിരുപ്പേർ എന്ന് വെച്ചാൽ തിരുനാമം. ഈ തിരുനാമ പഠനം ചെയ്യുന്ന ഭക്തന്മാർ ആരുണ്ടോ അവരെ എപ്പോഴും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്നാണ് പറയുന്നത്. സ്വന്തം പരിചയം ചെയ്യുമ്പോൾ സഹസ്രനാമ പഠനവും അതുപോലെ ഭഗവാന്റെ തിരുനാമവും പഠിക്കുന്ന ശീലമുള്ള പരമഭാഗവതന്മാരുടെ തിരുവടികളിൽ
എപ്പോഴും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഞാനാണ് എന്നാണ് ആത്മപരിചയം ചെയ്യുന്നത്. നമ്മാഴ്വാർ ഒരു മഹത് വ്യക്തിയാണ്, വ്യക്തി എന്നല്ല ഒരു അവതാര പുരുഷനാണ്. അദ്ദേഹം അങ്ങനെ പറയുന്നു പറയുമ്പോൾ ഈ നാമപഠനം ചെയ്യുന്ന ഓരോ ഭാഗവതരുടെ തിരുവടികളിലും ഞാൻ നമസ്കാരം ചെയ്ത് തുടങ്ങുന്നു. അതുപോലെ ഇവിടെ സംഘാടകന്മാർ എല്ലാവർക്കും ധന്യവാദവും നമസ്കാരവും ആദ്യം തന്നെ പറയുന്നു. ഇവിടെ ഇരിക്കുന്ന സകല ഭാഗവതന്മാരുടെ തിരുവടികളിലും നമസ്കാരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ശ്രീ സഹസ്രനാമ ജപം ചെയ്യുന്നതിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ട്. ഈ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നത് സഹസ്രനാമം എവിടെയാണെങ്കിലും അത് വിശേഷമാണ്. വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അത് എവിടെ ആയാലും അത് വിശേഷം തന്നെയാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ പ്രത്യേകത രണ്ടുമുണ്ട്. ഒന്നാമത് സഹസ്രനാമത്തിൽ തന്നെ ഉള്ളതാണ് പത്മനാഭ സുരോത്തമ ഭക്താനാം അനുരക്താനാം ത്രാതാഭവ ജനാർദ്ദന എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. പത്മപത്ര വിശാലാക്ഷ പത്മനാഭസുരോത്തമ ഭക്താനാം അനുരക്താനാം ത്രാതാഭവ ജനാർദ്ദന. അർജുനൻ ചോദിക്കുന്ന ചോദ്യമാണിത്. ചോദ്യമല്ല, ഒരു പ്രാർത്ഥന. ഈ സഹസ്രനാമം ശ്രീ ഭീഷ്മൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഈ സഹസ്രനാമം മുഴുവൻ കേട്ടിരുന്നത് ശ്രീകൃഷ്ണൻ, സാക്ഷാത് ശ്രീകൃഷ്ണനാണ്. അപ്പൊ ആ കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, അല്ല ഒരു പ്രാർത്ഥനയാണ്. ഭക്താനാം അനുരക്താനാം, സ്നേഹപൂർവം ഈ സഹസ്രനാമം പറയുന്ന ഭക്തന്മാരുടെ വിഷയത്തിൽ ത്രാതാഭവ, ഒരു രക്ഷകനാകണം, അവരെ പ്രത്യേകിച്ച് വിശേഷമായി രക്ഷിക്കണം എന്നാണ് പ്രാർത്ഥന ചെയ്തത്. അപ്പോ ഭഗവാൻ പറഞ്ഞ ഒരു മറുപടി, ശ്രീ ഭഗവാൻ ഉവാച യോ മാം നാമ സഹസ്രേണ സ്തോതുമിച്ഛതി പാണ്ഡവ സോഹം ഏകേന ശ്ലോകേന സ്തുത ഏവന സംശയഃ. അപ്പൊ ഭഗവാൻ പറഞ്ഞത് 1000 തിരുനാമം കൊണ്ട് സ്തോത്രമാണ് ഈ ചെയ്യുന്നതാണ് ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ഒരു സന്ദർഭവശാലും 1000 പറയാൻ പറ്റാത്ത ഒരു സ്ഥിതി വരുമ്പോ എന്തെങ്കിലും ഒരു തിരുനാമം പറഞ്ഞാൽ ഞാൻ അത് 1000-ന് സമമായി എടുക്കും എന്നാണ്. സോഹം ഏകേന ശ്ലോകേന സ്തുതഃ. ദിവസവും സഹസ്രനാമം 1000 തിരുനാമം പഠിക്കണം. അത് പറ്റാത്ത സ്ഥിതി വരുമ്പോ എന്തെങ്കിലും ഒരു തിരുനാമം പറഞ്ഞാലും ഞാൻ അത് 1000-ന് സമമായിട്ട് എടുക്കും എന്ന് പറഞ്ഞത് പത്മനാഭൻ എന്നാണ് പറയുന്നത്. കാരണം പത്മപത്ര വിശാലാക്ഷ പത്മനാഭ. അപ്പൊ ശ്രീകൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നു, നീ പത്മനാഭനായി ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന അംഗീകരിക്കണം എന്നാണ്. അപ്പൊ ശ്രീകൃഷ്ണനും ശ്രീ പത്മനാഭനായി ഇരുന്നുകൊണ്ട് ആ പ്രാർത്ഥന അംഗീകരിച്ചു. അപ്പോ ഒരു തിരുനാമം തന്നെ 1000 തിരുനാമത്തിന് സമമായിട്ട് ഞാൻ ഭാവിക്കും എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഞാൻ പറയുമ്പോ എന്തെങ്കിലും എൻ്റെ ഒരു സ്വന്തം വ്യാഖ്യാനമാണ് ഇത് എന്ന് വിചാരിക്കും പലരും. കാരണം എന്തെന്ന് വെച്ചാൽ പത്മപത്ര വിശാലാക്ഷ പത്മനാഭ സുരോത്തമ, പത്മനാഭ സുരോത്തമ, സുരോത്തമ എന്ന് വെച്ചാൽ ദേവോത്തമ എന്നർത്ഥം. ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരുപാട് ദേവന്മാർ ഉണ്ടല്ലോ. അപ്പോ ദേവാദി ദേവൻ, അങ്ങനെയല്ലേ പത്മനാഭസ്വാമി ഇവിടെ ശയനത്തിൽ ഇരിക്കുന്നു. അപ്പൊ ഈ പത്മനാഭനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോ പത്മനാഭനായി ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ അത് എന്റെ വ്യാഖ്യാനമല്ല. ഇതിൽ ഒരു വിഷയമുണ്ട്. രണ്ടാമത്തെ വിഷയം ഞാൻ പറയാം. എന്തെന്ന് വെച്ചാൽ ഇതേ വിഷയം തന്നെ നമ്മാഴ്വാർ തിരുവനന്തപുരം ക്ഷേത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞ ഒരു വാക്ക് തമിഴിലുള്ള വാക്കാണ്, ഞാൻ പറയാം, മനസ്സിലാകും. എന്റെ മലയാളത്തിനാണോ തമിഴ് സിമ്പിളായിട്ട് മനസ്സിലാകും. ഞാൻ പറയാം. അനന്തപുര നഗർ മായൻ നാമം ഒன்றுം 1000 ഉള്ളുവാർക്ക് ഉമ്പരൂരേ എന്നാണ് അവിടെ ഉള്ള ഒരു പാട്ട്. അനന്തപുര നഗർ മായൻ, തിരുവനന്തപുരത്തിൽ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഉള്ള പത്മനാഭസ്വാമി മായനാണ്. മായൻ വെച്ചാൽ ആശ്ചര്യമാണ്. മായൻ നാമം ഈ പത്മനാഭസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഒன்றுം നാമം 1000 ഒരു നാമം പറഞ്ഞാൽ
ഇവിടെ 1000 നാമമായിട്ട് ഭാവിക്കുന്ന ഒരു പരദൈവമാണ് പത്മനാഭസ്വാമി എന്നാണ് അവിടെ പറയുന്നു. നമ്മൾവാർ പറയുന്ന വാക്കാണ്. ഈ സഹസ്രനാമത്തിൽ പത്മനാഭ സുരോത്തമ ഭക്താനാം മനുരക്താനാം എന്ന് സഹസ്രനാമം അനുബന്ധിയായിട്ട് നമ്മൾ ചൊല്ലുന്ന ശ്ലോകമാണ് ഈ ശ്ലോകം. സഹസ്രനാമത്തിൽ ഉള്ളതല്ല, സഹസ്രനാമ അനുബന്ധിയായിട്ട് നമ്മൾ ചൊല്ലുന്ന ഒരു ശ്ലോകമാണത്. പക്ഷെ ആ ശ്ലോകത്തിലുള്ള വിഷയം തന്നെ വെച്ചുകൊണ്ടാണ് നമ്മൾവാർ ഇങ്ങനെ പറയുന്നു. മാത്രമല്ല വേറൊരു സ്ഥലത്തും പറയുന്നു, 1000 ഉലകേൾ അളിക്കും പേരായിരമുടയ എന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ ഭാവം എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഭക്തനെ സംരക്ഷിക്കണം, എന്ത് ചെയ്താലും. അപ്പോ അതുകൊണ്ടാണ് 1000 നാമം. 1000 നാമം ഉള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് മതിയല്ലേ എന്ന് വെച്ചാൽ ഒന്ന് മതി. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു തിരുനാമം ചൊല്ലട്ടെ, അങ്ങനെ ചൊന്നാൽ നമുക്ക് രക്ഷിക്കാം എന്നാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു സമ്പ്രദായം, അതായത് ഭാരതദേശത്തിലുള്ള ഈ സമ്പ്രദായം അനുസരിച്ച് ആർക്കും എങ്ങനെയും നമുക്ക് ദൈവത്തിനെ നമസ്കരിക്കാൻ പറ്റും. സാഷ്ടാംഗമായി താഴെ വീണ് നമസ്കരിക്കാം, അഥവാ അഞ്ജലിന് കൈകൂപ്പി നമസ്കരിക്കാം, അഥവാ സ്തോത്രം ചൊല്ലാം, പ്രദക്ഷിണം, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഇത് നമ്മുടെ ഒരു മതത്തിന്റെ പ്രത്യേകത. മതം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പാരമ്പര്യത്തിന്റെ ഒരു പ്രത്യേകത. നമുക്ക് പുറത്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ ക്ഷേത്രമല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, എല്ലാം യൂണിഫോം ആയിട്ട് ഒന്നായിട്ട് എല്ലാവരും ഉണ്ടാകും. ഒരു 10, 100, 200, 300 പേർ ഉണ്ടാകും. അവർ നമസ്കരിക്കുമ്പോൾ ഒറ്റക്കെട്ടായി നമസ്കരിക്കും. പിന്നെ മറ്റൊന്നും അവർ നിൽക്കും. എല്ലാം ഒരേ രീതിയിലാണ് യൂണിഫോം ആയിട്ട് ചെയ്യും. പക്ഷേ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഒത്തക്കൽ മണ്ഡപത്തിൽ കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരാൾ പറയുന്നത് ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾ ചെയ്യുന്നില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുമ്പോൾ അവർ ശാന്താകാരം ഭുജഗസേനം എന്ന് പറയും. പിന്നെ ഒരാൾ കൈകൂപ്പി നമസ്കരിക്കും, പിന്നെ ഒരാൾ താഴെ വീഴും, പിന്നെ മറ്റൊരാൾ ഇവിടെ നമസ്കരിക്കരുത് എന്ന് പറയും. അതായത് ഈ നമസ്കാര പ്രകാരം എന്നുള്ളത് ഒരുപാടാണ് ഇവിടെ. അവരവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം. നീ എന്ത് ചെയ്താലും ഭഗവാൻ അത് സ്വീകരിച്ച് രക്ഷിക്കും എന്നാണ്. അതുകൊണ്ടാണ് 1000 നാമം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു നാമം പറഞ്ഞു കൊടുക്കും, ഏത് നാമം പറഞ്ഞാലും. അതാണ് നമ്മൾ ആ വിഷയം പറയുന്നു. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സഹസ്രനാമത്തിൽ ഈ നാമം തന്നെ പറയണം എന്നുള്ള ഒരു നിർബന്ധമല്ല, ഒരു നിയമമല്ല. സഹസ്രനാമത്തിൽ തന്നെ പത്മനാഭ എന്നൊരു നാമം ഉണ്ട്, 2 പ്രാവശ്യം വരുന്നതാണ്, 2 അർത്ഥത്തിലാണ് ഉണ്ട്. അതെ, പത്മനാഭ എന്ന് പറഞ്ഞാൽ പത്മം നാഭൗ യസ്യ, നാഭിയിൽ പത്മം ഉള്ളത് കൊണ്ട്, നാഭിയിൽ താമര ഉണ്ട്, ആ താമരയിൽ ബ്രഹ്മ ഉള്ളത് കൊണ്ട് പത്മനാഭൻ എന്നൊരു ആ തിരുനാമത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. മറ്റൊരർത്ഥം പത്മം പോലുള്ള നാഭി ഉള്ളവൻ എന്നർത്ഥത്തിലാണ്. പത്മം പോലെ നല്ല ഒരു സുന്ദര നാഭി ഉള്ളവൻ എന്ന അർത്ഥത്തിലാണ് പത്മനാഭൻ എന്ന പേരുണ്ട്. അപ്പൊ 2 അർത്ഥത്തിലുള്ളതാണ്. അപ്പോ ഈ നാമം തന്നെ ഉണ്ട് സഹസ്രനാമത്തിൽ. പക്ഷെ ഇവിടെ വന്നിട്ട് സഹസ്രനാമം പറയണം, അതില്ലെങ്കിൽ പത്മനാഭനാമം പറയണം, അതില്ലെങ്കിൽ ശ്രീരാമനാമം പറയണം. അങ്ങനല്ല. ഇറ്റ് ഈസ് അപ് ടു യുവർ ചോയ്സ്, ഫോർ യുവർ ചോയ്സ്. എന്ത് വേണമെങ്കിലും നീ പറയാം. എന്ത് പറഞ്ഞാലും പേശുമിൻ കൂസമിൻറി എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒന്ന് പറയുക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് പേശുമിൻ, അവിടെ പേശുമിൻ സംസാരിക്കുക, പറയുക എന്നർത്ഥം. കൂസമിന്നി, ഇത് ലജ്ജ വേണ്ട, നിർലജ്ജനായിട്ട് പറയണം. ലജ്ജ ഒന്നും വേണ്ട. ശാസ്ത്രം പറയേണ്ടത് ലജ്ജയുണ്ട്. നമ്മൾ എത്ര വിഷയം ക്ഷേത്രത്തിൽ വരുന്നവർ എത്രയോ വിഷയങ്ങൾ സംസാരിക്കുന്നു, നമുക്ക് കാണാമല്ലോ. ഇവിടെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരുപാട് സംസാരിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്നവരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇതൊക്കെ സഹജമാണ്. കാരണം മനുഷ്യന്റെ ഒരു സ്വഭാവം അനുസരിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷെ ശാസനം പറയുമ്പോഴാണ് ലജ്ജ വരും, എല്ലാവരും പെട്ടെന്ന് വായടിക്കും. അത് വേണ്ട. പേശുമീൻ കൂസമിൻട്രി, ലജ്ജ ഇല്ലാതെ ശാസ്ത്രനാമത്തിൽ എന്തെങ്കിലും ഒരു നാമം ചൊല്ലുക. അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ ചൊല്ലുമ്പോൾ ശ്രീ പത്മനാഭൻ 1000 തിരുനാമം പറഞ്ഞതായിട്ട് അത് ഭാവിക്കും. അതുകൊണ്ട് തന്നെ 1000 തിരുനാമം വെച്ചത് തന്നെ അതിനു വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണ്ടത് നീ പറയുക. അപ്പൊ വേണ്ട രീതിയിൽ തൊഴുക. തൊഴണമെന്ന് പറയുമ്പോൾ താഴെ വീണ് നമസ്കരിക്കാം, അഞ്ജലി ചെയ്യാം, അഥവാ പ്രഹ്വാംഗ പ്രണാമം എന്നുണ്ട്. ഇങ്ങനെ മടക്കി പകുതി, ഇങ്ങനെ പല പ്രണാമങ്ങൾ തന്നെ ഒരുപാടുണ്ട്. അഷ്ടാംഗ പ്രണാമം, പഞ്ചാംഗ പ്രണാമം, മസ്തിഷ്ക പ്രണാമം, പ്രഹ്വാംഗ പ്രണാമം, ഇങ്ങനെ പല പ്രണാമങ്ങളുണ്ട്. എല്ലാ ആഗമങ്ങളിൽ ഉള്ളതാണ് എല്ലാം. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി, നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ 1000 തിരുനാമത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി എന്ന്
കരുണം സകരുണം കരുണയോട് പറഞ്ഞ ഒരു മഹാദൈവമാണ് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി. ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന ഈ സഹസ്രനാമ ജപമണ്ഡലി അപ്പൊ ഇതുവരെ എത്ര പ്രാവശ്യം പറഞ്ഞോ അത്രയും വിശേഷം തന്നെയാണ്, അതിലൊരു സംശയവും ഇല്ല. ഈ ദിവ്യദേശം എന്ന് പറയുമ്പോൾ ആഴ്വാറുകൾ എന്ന് പറയപ്പെടുന്ന ഒരു ഡിവൈൻ, അതായത് അവതാര പുരുഷന്മാർ, അവർ ആദ്യം തമിഴിൽ പാടി നാമകീർത്തനം പോലെ പാട്ടുപാടി. ആ ആഴ്വാറുകൾ പാടിയ ക്ഷേത്രങ്ങളാണ് ദിവ്യദേശങ്ങൾ എന്ന പേരിൽ പറയപ്പെടുന്നത്. 108 ദിവ്യദേശങ്ങളുണ്ട്. നോർത്ത് ഇന്ത്യയിൽ സാളഗ്രാമം തൊട്ടാണ് വരുന്നത്. അതിൽ അവസാനം സൗത്ത് ഇന്ത്യയിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ആണ് വരുന്നത്. അപ്പോൾ സാളഗ്രാമം തൊട്ട് ഈ തിരുവനന്തപുരം വരെ 108 106 ദിവ്യദേശങ്ങളാണ് ഉള്ളത് ഇവിടെ. പിന്നെ 107ാമത് ക്ഷീരാബ്ദി പാലാഴിയാണ്. 108ാമത് ശ്രീവൈകുണ്ഠം എന്ന് പറയുന്ന പരമപദ ലോകമാണ്. 106 ദിവ്യദേശങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ ഈ മലനാട്ട് ദിവ്യദേശങ്ങൾ എന്ന് പറയപ്പെടുന്ന കേരളദേശ ദിവ്യദേശങ്ങൾ 13 ഉണ്ട്. അത് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. എന്താ ഈ ദിവ്യദേശങ്ങളുടെ പ്രാധാന്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നു, ആഴ്വാറുടെ പ്രാധാന്യം എന്താണ് എന്ന് നോക്കുമ്പോൾ, ആദ്യമായിട്ട് സ്തോത്രകാവ്യം ഈ നമ്മുടെ ഭാരതദേശത്തിൽ ആദ്യമായിട്ട് സ്തോത്രകാവ്യം രചിച്ചത് ആഴ്വാറുകളാണ്. അത് മുമ്പ് സ്തോത്രകാവ്യം എന്നൊന്നും ഇല്ലാതിരുന്നു. സ്തോത്രങ്ങളായിട്ട്, അത് കേവല സ്തുതിപരമായിട്ടുള്ള ഒരു ഗ്രന്ഥം, ടെക്സ്റ്റ്, സ്തോത്ര ലിറ്ററേച്ചർ എന്നാണ് പറയും. ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ഉണ്ടല്ലോ. ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ അതിൽ ഒരു വിഷയം അവർ പറയുന്നു, സംസ്കൃതത്തിൽ തന്നെ സ്തോത്രകാവ്യങ്ങൾ ആദ്യം ഇല്ലാതിരുന്നു. തമിഴിൽ ആഴ്വാറുകൾ സ്തോത്രകാവ്യം രചിച്ചത് കൊണ്ടാണ്, അത് കണ്ടിട്ടാണ് ഇവർ സംസ്കൃതത്തിൽ സ്തോത്രകാവ്യം രചിക്കാൻ തുടങ്ങി എന്നാണ്. സംസ്കൃതത്തിൽ വന്ന ആദ്യ സ്തോത്രകാവ്യം എന്ന് പറയപ്പെടുന്നത് മുകുന്ദമാല ആണ്. കുലശേഖര ആഴ്വാറുടെ മുകുന്ദമാലാണ് ആദ്യം വന്നത്. നമുക്കറിയാം, മുകുന്ദമാല പലർക്കും അറിയാം. അതുപോലെ ശ്രീ ശങ്കരൻ രചിച്ച ഭജഗോവിന്ദം പോലുള്ള സ്തോത്രങ്ങളാണ്. ഇവയാണ് ആദ്യം വന്നത്. അതിനു മുമ്പ് ഇവിടെ പ്രത്യേകിച്ച് സ്തോത്രം കാവ്യമായിട്ടില്ല. എങ്ങനെയായിരുന്നു വെച്ചാൽ, പുരാണങ്ങളിലുള്ള സ്തുതികളുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ കുന്തി ഉവാച എന്ന് കുന്തി സ്തുതി ഉണ്ട്, ഭീഷ്മ ഉവാച എന്ന് ഭീഷ്മസ്തുതി ഉണ്ട്. രാമായണത്തിൽ തന്നെ ബ്രഹ്മസ്തുതി, ബ്രഹ്മ ചെയ്യുന്ന സ്തുതി. അങ്ങനെ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ, പുരാണങ്ങളിൽ അന്തർഗതമായി അതിൻ്റെ ഉള്ളിലുള്ള ചില സ്തുതികൾ ഉണ്ടായിരുന്നു. അത് ആ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ പഠിക്കുന്നവർ ആ സ്തുതി പറഞ്ഞുകൊള്ളും, പഠിച്ചുകൊള്ളും. പക്ഷെ ഒരു സാധാരണ മനുഷ്യൻ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ അങ്ങനെയൊന്നും അറിയാത്ത ഒരു മനുഷ്യൻ അവന്റെ സ്വന്തം വാക്കുകൊണ്ട് ഒരു സ്തുതി ഭഗവാനെ കുറിച്ച് രചിച്ച് ഒരു കീർത്തനമോ, കീർത്തനമൊന്നും ഇല്ലാതിരുന്നു. കീർത്തനങ്ങൾ ആദ്യം തുടങ്ങിയത് ആഴ്വാറാണ്. അത് മുമ്പ് ഇല്ലാതിരുന്നു. ഒരു വലിയ ഒരു റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. കാരണം ഈ കലിയുഗത്തിൽ കലവ് കേശവ കീർത്തനം എന്നാണ് പറയുന്നത്. കലിയുഗത്തിൽ കേശവ കീർത്തനം, നാമകീർത്തനമാണ് ഇവിടെ പരമധർമ്മം. യുഗാന്തരങ്ങളിൽ യാഗമോ തപസ്സോ അങ്ങനെ ധർമ്മങ്ങൾ ഉണ്ടായിരുന്നത് പോലെ ഈ കലിയുഗത്തിൽ കേശവ കീർത്തനമാണ് പരമധർമ്മം. കലവ് നാമൈവ നാമൈവ നാമൈവ, നാമകീർത്തനം മാത്രമാണ് കലവ് കേശവ കീർത്തനം എന്നാണ് ശ്രീമദ് ഭാഗവതത്തിലും പറയുന്നുണ്ട്. അപ്പൊ ഈ ധർമ്മത്തിന് ആദ്യം തുടങ്ങി വെച്ച് മനുഷ്യൻ സ്വന്തം വാക്കുകൊണ്ട് അവരവരുടെ ഭാഷയിൽ, സംസ്കൃതത്തിൽ തന്നെ വേണമെന്നല്ല, അവരവരുടെ ഭാഷയിൽ സ്വന്തം വാക്കുകൊണ്ട് കീർത്തനകൾ രചിച്ച് പാടാം. അത് നാമകീർത്തനത്തിന് സമമാണ് എന്ന് ആദ്യം ഇതിന്റെ ഒരു തുടക്കം കുറിച്ചത് ആഴ്വാറാണ്. തമിഴിലാണ് ആദ്യം, മുതലാഴ്വാർ എന്ന് പറയപ്പെടുന്ന 3 പേർ തമിഴിലാണ് ആദ്യം 300 പാട്ടുകൾ ആദ്യം രചിച്ചത്. പിന്നീട് വന്നതാണ് നമ്മാഴ്വാർ. നമ്മാഴ്വാറാണ് പല ദിവ്യദേശങ്ങൾ പാടിയതും. നമ്മുടെ തിരുവനന്തപുരം പാടിയതും നമ്മാഴ്വാറാണ്. നമ്മാഴ്വാർ നമ്മുടെ ആഴ്വാറാണ് എന്ന അർത്ഥത്തിലാണ് നമ്മാഴ്വാർ. അത്ര അഭിമാനപൂർവം നമ്മാഴ്വാറെ എല്ലാവരും സ്മരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു അത് ഇങ്ങനെ ഒരു കീർത്തന സമ്പ്രദായം ഇങ്ങനെ തുടങ്ങിയത് കൊണ്ടാണ് പിന്നീട് പല സ്ഥലത്തും, തമിഴ്നാട്ടിൽ മാത്രമല്ല പല സ്ഥലത്തും, തമിഴ്നാട്ടിൽ പറയുമ്പോൾ നമ്മുടെ കേരളവും തമിഴ്നാടും എല്ലാം ചേർത്തതാണ്. അപ്പോൾ
ചേര ചോഴ പാണ്ഡ്യ ദേശം എല്ലാം ചേർത്തതാണ്. അപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ പിന്നീടാണ് കർണാടകയിലും ഈ കീർത്തന സമ്പ്രദായം, അത് പിന്നീടാണ് ഈ പണ്ഡരിപുരത്തിലും, അങ്ങനെ പല സ്ഥലത്ത് കീർത്തന സമ്പ്രദായം പിന്നീടാണ് വന്നത്. ആദ്യം തമിഴിൽ തുടങ്ങി, അതിനുശേഷം സംസ്കൃതത്തിൽ ഇവിടെ മുകുന്ദമാല, പിന്നെ അത് കഴിഞ്ഞിട്ട് അഥവാ അതേ സമയകാലത്ത് ഈ ശങ്കരാചാര്യന്റെ സ്തോത്രങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്തോത്രരത്നം, ഒരുപാട് സ്തോത്രങ്ങൾ ഒരുപാട് പിന്നീട് വന്നു. പക്ഷെ തുടക്കം കുറിച്ചത്, ഈ തുടക്കം കുറിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ആഴ്വാർ അവതാരം ചെയ്യിച്ച് ഇങ്ങനെ തുടങ്ങി വെച്ചത് തന്നെ ശ്രീ ഭഗവാനാണ്. ആഴ്വാർ എന്നുള്ളവർ നിത്യസൂര്യരുടെ അവതാരമാണ്. അതായത് ശ്രീവൈകുണ്ഠത്തിൽ ഭഗവാൻ വിഷ്ണു ഉണ്ടല്ലോ, അവരെപ്പോഴും സദാ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന നിത്യസൂരികൾ എന്ന് പറയപ്പെടുന്ന അനന്തൻ, ഗരുഡൻ, വിശ്വക്സേനൻ പോലുള്ളവരുണ്ട്. എപ്പോഴും അവർ കീർത്തനമാണ് ചെയ്യുന്നത് എന്നാണ് വേദത്തിൽ പറയുന്നത്. എപ്പോഴും കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരെ കൊണ്ട് ഇവിടെ ഭൂമിയിൽ അവതാരം ചെയ്യിച്ച് പിന്നെ അവരെ കൊണ്ടാണ് ഇങ്ങനെ പാട്ടുകൾ ഉണ്ടാക്കിയത്. ഇത് ഭഗവാന്റെ ഒരു സങ്കല്പം കൊണ്ട് നടന്ന ഒരു അവതാര രഹസ്യമാണ്. അപ്പൊ അങ്ങനെ അവതാരം ചെയ്ത് ആദ്യം ഈ ആഴ്വാർമാർ പാടിയ സ്ഥലങ്ങളാണ് 108 ദിവ്യദേശങ്ങൾ. പിന്നെ നമുക്ക് അഭിമാന ദിവ്യദേശങ്ങൾ ഒരുപാടുണ്ട്. നമുക്കിതിനെ പറയാനല്ലോ. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് പുരാണ പ്രസിദ്ധമാണ്. ഗുരുപവനപുരം എന്നാണ് പുരാണ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. പക്ഷെ അതേപോലുള്ള ഒരു മഹാത്മ്യം, അതുപോലെ നമ്മുടെ വർക്കല എന്നുള്ളത് ജനാർദ്ദന ക്ഷേത്ര മഹാത്മ്യം എന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ജനാർദ്ദന ക്ഷേത്രം എന്ന പേരിലാണ് ഈ വർക്കല ക്ഷേത്രത്തിന്റെ മഹാത്മ്യം ഉള്ളത്. അതുപോലെ നമ്മുടെ അനന്തസേന ക്ഷേത്ര മഹാത്മ്യം ഉണ്ട്. അനന്തസേന ക്ഷേത്ര മഹാത്മ്യം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉള്ളതാണ്. ഒരു 9-11 അധ്യായത്തിലാണ് ഉണ്ട്. അത് ഞാൻ റീസെന്റ് ആയിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തു. കാരണം അത് ആൾമോസ്റ്റ് നഷ്ടമായി. അപ്പോ ഗ്രന്ഥാക്ഷരത്തിലാണ് ഉണ്ടായിരുന്നു. ആ ഗ്രന്ഥാക്ഷരം എടുത്ത് അത് ദേവനാഗരിയിൽ പിന്നെ മലയാളത്തിൽ ബുക്ക് എൻ്റെ കയ്യിലും ഉണ്ട്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും തരാം. പത്മനാഭസ്വാമി ക്ഷേത്ര മഹാത്മ്യം പറയുന്ന ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഭാഗം എടുത്ത് അനന്തസേന ക്ഷേത്ര മഹാത്മ്യം എന്ന് മലയാളത്തിലും ദേവനാഗരിയിലും പബ്ലിഷ് ചെയ്തു. നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ചാണ്, അതായത് ക്ഷേത്രത്തിന് മുമ്പ് ഒരു ലക്ഷദ്വീപം, കഴിഞ്ഞ ലക്ഷദ്വീപ സമയത്താണ് ഇതിന്റെ ഒരു റിലീസ് ഉണ്ടായി. ഞാൻ പറയാൻ വന്ന വിഷയം എന്തെന്ന് വെച്ചാൽ, പുരാണ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഗുരുഭവനപുരം, അതുപോലെ വർക്കല ക്ഷേത്രം ഇതെല്ലാം ഉണ്ടല്ലോ, അതുപോലെ ആഴ്വാർ പാടിയ ക്ഷേത്രങ്ങൾ അതേ സമാന പ്രഭാവത്തോടു കൂടിയാണ് അറിയപ്പെടുന്നത്. ദിവ്യദേശങ്ങൾ എന്ന പേരിലാണ്. അപ്പോൾ ഈ കേരള ദിവ്യദേശങ്ങൾ 13 ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞല്ലേ. ഇപ്പോ നമുക്ക് ഈ 13-ൽ 2 തമിഴ്നാട്ടിലാണ് ഉണ്ട്. പക്ഷേ അത് മലനാട്ട് ദിവ്യദേശം എന്നും കേരള ദിവ്യദേശം എന്നും പറയുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ പൂജ, ഇവിടെ ഉള്ള ഒരു പൂജാവിധി ഉണ്ടല്ലോ, അതാണ് അവിടെയും ഫോളോ ചെയ്യുന്നത്. ഇപ്പോഴും ഈ തിരുവനന്തപുരത്തിലും മറ്റു ക്ഷേത്രങ്ങളിലും ഇവിടെ താന്ത്രിക പദ്ധതി ഒന്നുണ്ട്. ഈ തമിഴ്നാട്ടിലൊക്കെ ക്ഷേത്രങ്ങളിൽ പാഞ്ചരാത്ര രാഗവും വൈഖാനസ രാഗവുമാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കേരളത്തിൽ ഫോളോ ചെയ്യുന്നത് താന്ത്രിക പദ്ധതിയാണ്. ഈ പദ്ധതി വെച്ചുകൊണ്ട് തിരുപ്പതിസാരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രവും തിരുവട്ടാറ് എന്ന ക്ഷേത്രവും ഈ പദ്ധതി വെച്ചുകൊണ്ട് അവിടെ പൂജ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം ചേർത്ത് ഈ 13 ക്ഷേത്രങ്ങൾ ഇവിടെ ദിവ്യദേശങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അതിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ച് നമ്മാഴ്വാർ 11 പാട്ടാണ് ഇവിടെ രചിച്ചത്. ആ 11 പാട്ടുകളും ഞാൻ ആ ഗ്രന്ഥത്തിൽ ചേർത്തിട്ടുണ്ട്. ഈ മഹാത്മ്യം ഉണ്ടല്ലോ, ആ ഗ്രന്ഥത്തിൽ ഈ 11 പാട്ടും ചേർത്തിട്ടുണ്ട്. അവിടെ സ്വാമി നമ്മാഴ്വാർ അവിടെ പറയുന്ന ഒരു അത്ഭുതമായ രസകരമായ വിഷയം ഒന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ, അനന്തപുര നഗർ പുഹുമിൻ ഇൻഡ്രേ, അനന്തപുര നഗറിന് ഇന്ന് തന്നെ പോവുക എന്നാണ്. പൊതുവെ പുറത്തുള്ളവർ, നമ്മളിവിടെ ഉണ്ടല്ലോ, പുറത്തുള്ളവരെ കുറിച്ച് പറയുന്നത് തിരുവനന്തപുരം ചെല്ലുക എന്നാണ്. എപ്പോഴാണ് പോകണം എന്ന് വെച്ചാൽ ഇൻഡ്രേ, ഇന്ന് തന്നെ പോകണം എന്നാണ്. കാരണം നാളെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇല്ലാതാവും. ഇന്ന് നമുക്ക് ഉറപ്പായിട്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇന്ന് തന്നെ പോകണം. അപ്പൊ ഇന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? അതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുമല്ലേ. ടിക്കറ്റ് ഇല്ലാതെ പോകും,
പണ്ടൊക്കെ ടിക്കറ്റ് എല്ലാം വേണ്ട, എങ്കിലും ഒരുപാട് തടസ്സങ്ങൾ, മഴ വെയിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടല്ലേ. അപ്പോ ഇതിന് നല്ല ഒരു ദിവസം നോക്കിയിട്ട് പിന്നെ പതുക്കെ പോയാൽ മതിയോ എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. കെടും ഇടറായ എല്ലാം കേശവ എന്ന, കേശവ എന്നൊരു തിരുനാമം, കേശവന്റെ തിരുനാമം പറഞ്ഞുകൊണ്ട് പിന്നെ ഇപ്പൊ തന്നെ പോവാം. ഒരു തിരുനാമം, കേശവ എന്നൊരു തിരുനാമം പറഞ്ഞുകൊണ്ട് പോവാം. ഒരു തടസ്സവും ഒന്നും ഉണ്ടാവില്ല. നാളും കൊടുവിனை ചെയ്യും കൂற்றிൻ തമറുകളും കുറുകകില്ലാറ്. യമഭയം, മൃത്യുഭയം പോലും ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കേശവ എന്നുള്ളത് പത്മനാഭസ്വാമിയുടെ ഒരു പ്രസിദ്ധമായ ഒരു തിരുനാമമാണ്. പത്മനാഭസ്വാമിയുടെ തിരുനാമമാണ്. അത് ആ പുരാണത്തിലുണ്ട്, ആ വിഷയം പുരാണത്തിലുണ്ട്. കേശി സംഹാരം ചെയ്തതുകൊണ്ട് കേശവന്റെ തിരുനാമം എന്നാണ് പറയുന്നത് അവിടെ. കേശി കൃഷ്ണാവതാരത്തിൽ കേശി എന്നൊരു അസുരനുണ്ട്. ആ കേശിയെ സംഹാരം ചെയ്ത് കേശവൻ എന്ന കൃഷ്ണാവതാരത്തിൽ ശ്രീകൃഷ്ണന് കേശവ എന്ന പേരുണ്ട് എന്ന ഭാഗവതത്തിൽ തന്നെ വരും. പക്ഷെ ഇത് വേറെ കേശിയാണ്, ആ കേശിയല്ല. ഇവിടെ ഈ അനന്തൻ കാട്ടിൽ തന്നെ ആദികേശി എന്ന് പറയപ്പെടുന്ന ഒരു കേശി ഉണ്ടായിരുന്നു. അവനെ സംഹാരം ചെയ്തു എന്നാണ് ഒരു കഥ ഒന്ന് ഈ പുരാണത്തിൽ ഉണ്ട്. അപ്പൊ കേശവൻ എന്നുള്ളത് പത്മനാഭന്റെ ഒരു തിരുനാമമാണ്. അപ്പൊ ആ തിരുനാമം, ഒരു തിരുനാമം പറഞ്ഞാൽ ശ്രീ പത്മനാഭൻ അത് 1000 ഭാവിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു തടസ്സവും ഒരു പ്രകാരത്തും വരില്ല, ധൈര്യേന പോവാം. അപ്പൊ ഇന്ന് തന്നെ പോകണം എന്നാണ്. അത് മാത്രമല്ല, നടമിനോ നമറുകളുള്ളീർ നാം ഉമക്ക് അറിയച്ചൊന്നോം. നടമിനോ, നടന്നു പോകണം എന്നാണ്. പണ്ടൊക്കെ നടന്നല്ലേ പോകും. അപ്പൊ ഇന്ന് തന്നെ നടന്നു പോകണം, പെട്ടെന്ന് പോകണം എന്നാണ് ഈ 10 പാട്ടിൽ ഇതാണ് വിഷയം. പെട്ടെന്ന് പോകണം, പെട്ടെന്ന് പോകണം. അപ്പോ ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിൽ എന്ത് പറയുന്നത് വെച്ചാൽ, ജന്മത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലുമെങ്കിലും ശ്രീ പത്മനാഭസ്വാമി, ശ്രീ അനന്തപുരം നഗറിൽ പോയി പത്മനാഭസ്വാമിയെ തൊഴുതിട്ട് വരണം എന്നാണ്. എല്ലാവർക്കും ഇങ്ങനെ ഒരു സങ്കല്പമുണ്ട് മനസ്സിൽ. ഒരിക്കലും പോകണം എന്തെങ്കിലും കാരണം നമ്മാழ்വാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മാழ்വാർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും പോകണം. പോയാൽ എന്ത് കിട്ടും വെച്ചാൽ, പിന്നെ നമ്മാழ்വാർ പറയുന്നു, ക്ഷേമം നൻകുടൈത്ത് കണ്ടീർ ശരിപൊഴിയിൽ അനന്തപുരം. ഈ അനന്തപുരം പോയാൽ ക്ഷേമമാണ്. അനന്തപുരം എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷേമം എന്നാണ് അർത്ഥം. തമിഴിൽ ക്ഷേമം എന്ന് പറയും. ക്ഷേമം നൻകുടൈത്ത് കണ്ടീർ ശരിപൊഴിയിൽ അനന്തപുരം. അത് നമ്മുടെ ജീവിതത്തിൽ പരമക്ഷേമമാണ്. അത് പിന്നെ പത്മനാഭസ്വാമി നോക്കിക്കൊള്ളും. നീ പോയി നമസ്കരിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇതാണ് ആഴ്വാർ പറയുന്നത്. ഈ ആഴ്വാരുടെ ഈ ഒരു വചനം അത് സാധാരണ വചനമല്ല, അത് ഒരു ഓർഡറാണ്, അതൊരു വിധി പോലെയാണ്. അത് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്ന മഹാത്മന്മാർ ഒരുപാടുണ്ട്. ആളവന്താർ, ഭഗവത് രാമാനുജർ എല്ലാവരും ഇവിടെ വന്ന് ആഴ്വാർ പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഒന്ന് പറയാം. ഞാൻ ആദ്യം ഇവിടെ വന്നതും അതുകൊണ്ടാണ്, തിരുവനന്തപുരം വന്നത്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഉണ്ടല്ലോ, ഇതിന്റെ ഇന്റർവ്യൂ കാണാൻ ആദ്യം ഞാൻ വന്നത്. എനിക്ക് അത്ര ഒരു വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തമിഴ്നാട് ആളാണ്, അവിടെ ആയിരുന്നു, അവിടെ ഒരു കോളേജിൽ ഉണ്ടായിരുന്നു. വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കാലടിയിലാണ് ഈ യൂണിവേഴ്സിറ്റി. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടിയാണ്, ശങ്കരാചാര്യന്റെ ജന്മക്ഷേത്രത്തിലാണ്. പക്ഷെ ഇന്റർവ്യൂ കാർഡ് നോക്കുമ്പോൾ ഇന്റർവ്യൂ തിരുവനന്തപുരത്തിലായിരുന്നു. അപ്പൊ പെട്ടെന്നും ഈ നമ്മാഴ്വാറുടെ ശ്രീശക്തി ഉണ്ടല്ലോ, ഇങ്ങനെ ആഴ്വാർ പറഞ്ഞല്ലേ, അപ്പൊ ഒരിക്കലെങ്കിലും പോകണം. ഞാൻ ഇവിടെ സൗത്ത് സൈഡ് വന്നിട്ടേ ഇല്ല അതുവരെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോയാം, എന്തുകൊണ്ട് ആഴ്വാർ പറഞ്ഞുകൊണ്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു. തൊഴാനാണ് വന്നത്, ഇന്റർവ്യൂക്ക് വേണ്ടിയല്ല, തൊഴാനാണ് വന്നത്. അന്ന് ആദ്യം വന്നിട്ട് പത്മതീർത്ഥത്തിൽ സ്നാനം ചെയ്തിട്ട് ആദ്യം ചെയ്തത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനമാണ്. ഇത് കഴിഞ്ഞ ശേഷം ഞാനും എൻ്റെ ഫ്രണ്ട് ഒരാൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും വന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മുടങ്ങാം എന്ന് വിചാരിച്ചു, തിരിച്ചു പോകാം. ഇന്റർവ്യൂ ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല, തിരിച്ചു പോകാം. അപ്പൊ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പോകാം എന്ന്. അവിടെ ഇന്റർവ്യൂ അവിടെ പോകുമ്പോൾ എൻ്റെ പേര് ഏറ്റവും അവസാന പേരാണ്. കാരണം വാസുദേവൻ എന്ന ആൽഫബറ്റിക്കൽ ആർഡറിലുണ്ട്. അപ്പോൾ വി എന്നുള്ളത് അവസാനമാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ പേര് വിജയരാഘവൻ എന്നാണ്. അപ്പൊ അതും വിയിലാണ്.
അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഒരുപാട് ആ ലിസ്റ്റ് ഒരു 40-50 പേർ ഉണ്ടായിരുന്നു. ലാസ്റ്റ് 2 പേരാണ് ഞങ്ങളുടെ പേര്. അപ്പൊ ഞങ്ങൾ നേരത്തെ പോവാം. അപ്പൊ അത് ഓക്കെ എന്ന് പറഞ്ഞു. പോയിക്കൊള്ളൂ, ഒരേ കുഴപ്പമില്ല, പോയിക്കൊള്ളൂ. പിന്നെ അതുകൊണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി. പിന്നെ വലുതായിട്ട് ഒന്നും വിചാരിച്ചില്ല. പക്ഷേ ഈ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് തൊഴുതതിന്റെ ഫലം എന്തെന്ന് വെച്ചാൽ ശ്രീ പത്മനാഭസ്വാമിയുടെ പരമ അനുഗ്രഹം കൊണ്ട് 30 കൊല്ലമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട്. എനിക്ക് ജോലി കിട്ടി. എനിക്ക് മാത്രമാണ് ഇവിടെ കിട്ടിയത്, മറ്റവർക്കെല്ലാം വേറെ വേറെ സ്ഥലത്ത് കിട്ടി. കാരണം ഒരുപാട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പല സെന്ററുകളുണ്ട്, അവിടെ കിട്ടി. പത്മനാഭസ്വാമിയുടെ പരമ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇവിടെ കിട്ടി. മാത്രമല്ല അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജോലിയിൽ. അത് കോർട്ടിൽ അത് ചാലഞ്ച് ചെയ്തപ്പോൾ അപ്പോൾ ഇതെല്ലാം റദ്ദാക്കി. പിന്നെ വീണ്ടും നിയമനം കിട്ടി, പിന്നെ വീണ്ടും ട്രാൻസ്ഫർ ആയി, പിന്നെ വീണ്ടും കിട്ടി. ഇങ്ങനെ മുമ്പ് പത്മനാഭസ്വാമിയുടെ പരമാണ്. അതായത് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഒരു നല്ല മനസ്സുകൊണ്ട് ഞാൻ തൊഴുതു, അത് മാത്രമാണ് ഞാൻ ചെയ്തത്, മറ്റൊന്നും ചെയ്തില്ല. പക്ഷെ പത്മനാഭസ്വാമിയുടെ പരമ അനുഗ്രഹം ഇത്ര. അതാണ് 1 എന്നുള്ളത് പത്മനാഭസ്വാമിയുടെ കണക്കിൽ അത് 100ആണ്, 1 അല്ല 1000. അത് അപ്പൊ അതുകൊണ്ട് തന്നെ ആൾവാർ പറയുന്നു, ഒരിക്കലെങ്കിലും പോയിട്ട് പിന്നെ നോക്കുക, പിന്നെ എന്ത് സംഭവിക്കണമെന്ന് നോക്കുക. ഞാൻ ഇവിടെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ എന്താണ് വിഷയം, എന്താണ്, കാരണം തമിഴ്നാട്ട് ആളാണ്. ഞാൻ ചോദിച്ചത് എന്താണ് വിഷയം. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇവിടെ ഇതിനു വേണ്ടി വന്നതല്ല, ഞാൻ വന്നത് ഓഫീസ് വർക്കാണ്, എന്തോ കണക്ക് നോക്കാനാണ് ഇവിടെ. ഓഫീസ് വർക്കാണ്, ഓഡിറ്റിംഗ് ആണ്, ഓഡിറ്റിംഗ് വേണ്ടിയാണ് വന്നത്. ഞാൻ എന്നെ ഇവിടെ തിരുവനന്തപുരം പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പോകില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ നിർബന്ധപ്പെടുത്തി തിരുവനന്തപുരം പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നു. പക്ഷേ ഇവിടെ വന്ന് തൊഴുത ശേഷം എനിക്ക് പോകാൻ മനസ്സില്ല, തിരിച്ചു പോകാൻ മനസ്സില്ല. എന്തോ ഒരു മൂർത്തി, എത്ര ഒരു സൗന്ദര്യം, എത്ര ഒരു ലാവണ്യം, എത്ര ഒരു കാരുണ്യം ആ മുഖത്തിൽ ഇത്രയുണ്ട്. പത്മനാഭസ്വാമിയുടെ ദിവ്യ മുഖം നോക്കുമ്പോൾ സൗന്ദര്യം, ലാവണ്യം, കാരുണ്യം, സമത്വം എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ഇതുപോലെ കണ്ടില്ല ഒരു സ്ഥലം. അപ്പൊ എനിക്ക് തിരിച്ചു പോകാൻ മനസ്സില്ല. ഞാൻ വീണ്ടും വീണ്ടും വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് അദ്ദേഹം അങ്ങനെ കരഞ്ഞുകൊണ്ട് പോയി. അത്ഭുതം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം വീണ്ടും വീണ്ടും വന്നു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, പത്മനാഭസ്വാമി ഒരിക്കൽ വന്നാൽ പിന്നെ വിടില്ല, നിങ്ങൾ വിട്ടാലും പത്മനാഭസ്വാമി വിടില്ല, ഇവിടെ വരുത്തും എന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹം വീണ്ടും വീണ്ടും വന്ന്. അതാണ് 1 1000 പത്മനാഭസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു നമസ്കാരം എന്ന് വെച്ചാൽ അത് 1000 നമസ്കാരമാണ്. ഒരു നാമം എന്ന് വെച്ചാൽ അത് 1000 നാമമാണ്. അതാണ് സോഹം ഏകേന ശ്ലോകം യോമാം നാമ സഹസ്രേണ സ്തോത്രമിച്ഛതി പാണ്ഡവ. 1000 നാമം പറയണമെങ്കിൽ അത് പുറത്ത് 1000 നാമം പറയാം. ഇവിടെ വന്നിട്ട് ഒരു നാമം പറഞ്ഞാലും അത് 1000 നാമത്തിന്റെ സമമാണ് എന്ന് പത്മനാഭസ്വാമി പറഞ്ഞു കൊടുത്തു. മാത്രമല്ല അതേ രീതിയിൽ അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ നമുക്കും ആ പരമ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സഹസ്രനാമം ജപിക്കുന്നു എന്നുള്ളത്. എത്രയോ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത സുഹൃതത്തിന്റെ ഫലമാണ് ഇത്. ഈ സഹസ്രനാമ ജപം ജപിച്ചത് കൊണ്ട് എനിക്ക് എന്ത് കിട്ടും എന്ന് അങ്ങനെ വിചാരിക്കരുത്. ഇത് കിട്ടിയത് തന്നെ ഒരുപാട് സുഹൃതങ്ങളുടെ ഒരു ഫലമാണ്, ഒരുപാട് പുണ്യങ്ങളുടെ ഒരു ഫലമായിട്ടാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. കേരളത്തിൽ 13 ദിവ്യദേശങ്ങൾ ഉണ്ടെങ്കിലും അവിടെ എല്ലാം ഇല്ലാത്ത പല വിശേഷങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്കറിയാം, ഇവിടെ നടക്കുന്ന ഉത്സവ പദ്ധതി എന്നുള്ളത് വാഹനങ്ങളിൽ ഭഗവാൻ എഴുന്നള്ളുന്ന ഉത്സവ പദ്ധതി തന്നെ വിശേഷമാണ്. അപ്പോൾ ഇവിടെ വലിയൊരു ഗോപുരം, നമ്മുടെ കേരളത്തിന്റെ ഒരു സിമ്പിളായിട്ടുള്ള, അതായത് തമിഴിലൊക്കെ കേരള ന്യൂസ് എന്ന് കാണിക്കുമ്പോൾ തമിഴ് ന്യൂസ് ചാനലുകൾ ഉണ്ടല്ലോ, അതിൽ കേരള ന്യൂസ് അഥവാ മലയാളം ന്യൂസ് എന്തെങ്കിലും വരുമ്പോൾ ആദ്യം ഈ ഗോപുരമാണ് കാണും. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുരമാണ് ആദ്യം വരും, പിന്നീടാണ് ആ ന്യൂസ് വരും. അത് വരുമ്പോൾ ഇത് കേരള ന്യൂസ് എന്നാണ് ഒരു സിമ്പൽ. അങ്ങനെ ഒരു കേരളത്തിന്റെ ഒരു സിമ്പലായിട്ട് ഉള്ളതാണ് ഈ ക്ഷേത്രം. അപ്പോ അത്രയും പ്രധാനമാണ്. ഈ 13 ക്ഷേത്രം എവയെന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് നാഗർകോവിൽ അടുത്തുള്ളത് തിരുപ്പതി സാരം, അത് തിരുവൻ പരിസാരം എന്നാണ് പറയുന്നത്. അതുപോലെ തിരുവട്ടാറും ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും തിരുവട്ടാർ ക്ഷേത്രത്തിനും സംബന്ധമുണ്ട്. നമുക്കേ നോക്കാമല്ലോ. ഇത് അവിടെയും ശയനത്തിലാണ്, ഇവിടെ ഉള്ള എല്ലാം അവിടെയും ഉണ്ട്.
ഇതിന്റെ നേരെ എതിരായിട്ടാണ് വരുന്നത്. ഈ ബ്രഹ്മാണ്ഡ പുരാണം നോക്കുമ്പോഴും നമുക്ക് ആ രണ്ടിനുമുള്ള ഒരു ബന്ധം നമുക്ക് കാണാൻ പറ്റും. പുരാണത്തിൽ അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നില്ല, നിർത്താൻ പോകുന്നു. അതുപോലെ ആഴ്വാർ, നമ്മാഴ്വാറാണ് ഈ തിരുവട്ടാറ് പാടിയത്. അതായത് തിരുവട്ടാറ് കഴിഞ്ഞിട്ടാണ്, അഥവാ തിരുവനന്തപുരം അത് കഴിഞ്ഞിട്ടാണ് തിരുവട്ടാറ് എന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമ്മാഴ്വാർ പാടിയത്. ഇങ്ങനെയുള്ള ഈ സതേൺ സൈഡിലുള്ളത്, തെക്ക് കേരളത്തിലുള്ളത് ഈ മൂന്നാണ്. പിന്നെ അടുത്ത് ഇടയ്ക്കും പോകുമ്പോൾ തൃക്കാട്കര അപ്പൻ, കാട്കര അപ്പൻ എന്നാണ് പേര്. അത് വാമനാവതാര സ്ഥലമാണിത്. വാമന പെരുമാളാണ്, വാമനസ്വാമിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഓണ ആഘോഷത്തിന് ആ സമയത്താണ് ബ്രഹ്മോത്സവം. അവിടെ ഓണം തൃക്കാട്കരയിൽ വെച്ചാണ് തുടങ്ങുന്നത് എന്ന് പറയും. അത്തം വെച്ച് തുടങ്ങുന്നത് അവിടെയാണ്. അതുപോലെ തിരുമൂഴിക്കുളം, തിരുപ്പുലിയൂർ, തിരുച്ചെങ്ങന്നൂർ, തിരുനാവായാണ് അദ്ദേഹം പറഞ്ഞ നാവായ് മുകുന്ദൻ എന്ന് പറയുന്നത്. വലിയ ക്ഷേത്രമാണ്, ഭാരതപ്പുഴയുടെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. തിരുവല്ല നമുക്കറിയാമല്ലോ, പ്രസിദ്ധമായ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ശ്രീവല്ലഭ ക്ഷേത്രം, ശ്രീവല്ലഭ എന്നാണ് തമിഴിൽ തിരുവല്ല എന്ന് പറയുന്നു. തിരുവല്ലവാൾ എന്നാണ് തമിഴിൽ പറയുന്നത്. തിരുമൺമണ്ടൂർ, തിരുവിത്തുവക്കോട്, തിരുക്കടിത്താണം, തിരുവാറന്മുള, ആറന്മുള ക്ഷേത്രം അത് പ്രസിദ്ധമാണ്. ഇതിൽ തിരുവിത്തുവക്കോട് അതൊക്കെ അവസാനം ഉള്ളതാണ്. അത് പട്ടാമ്പി അടുത്ത് ഉള്ളതാണ് വിത്തുവക്കോട് എന്നുള്ളത്. അപ്പൊ ഇത്രയും ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉണ്ട്. ഇത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പ്രധാനമാണ് എന്ന് ആഴ്വാർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമുക്കറിയാമല്ലോ, ഇത് ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് മാത്രമല്ല, തിരുവനന്തപുരം ഉള്ളത് ക്യാപിറ്റൽ സിറ്റി അതുള്ളത് മാത്രമല്ല, ഇവിടെ ഉള്ള പ്രത്യേകതകൾ, ഈ ഭഗവാൻ ചെയ്യുന്ന വിശേഷ അനുഗ്രഹങ്ങൾ, ഇതെല്ലാം നോക്കുമ്പോൾ നമുക്കൊരു അഭിമാനത്തോട് പറയാം, തിരുവനന്തപുരം വാസികളാണ് നമ്മൾ. അപ്പോ പത്മനാഭന്റെ ഭാഗവതത്തിൽ ഒരു വിഷയം പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതത്തിൽ. എന്തെന്ന് വെച്ചാൽ, പത്മനാഭസ്വാമിയുടെ തിരുവടികൾ ഉണ്ടല്ലോ, പാദം, ശ്രീപാദം, ആ ശ്രീപാദം എന്നുള്ളത് ഒരു കോട്ടയാണ്. ആ കോട്ടയ്ക്കുള്ളിൽ ജീവിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതമാണ്. ആ കോട്ടയെ വിട്ട് പുറത്തു വരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് അവിടെ ഉള്ളത്. അതുപോലെ ഈ പത്മനാഭസ്വാമിയുടെ പരിസരത്ത് എന്തെങ്കിലും ഒരു നിമിത്തം കൊണ്ട് ഈ പരിസരത്ത് ജീവിക്കുന്ന നമ്മൾ സുരക്ഷിതരാണ്. ക്ഷേമം നൻക് ഉടയ്ത്തു കണ്ടീർ ശരിവീഴിൽ അനന്തപുരം ആഴ്വാർ പറയുന്ന രീതിയിൽ ഇവിടെ ക്ഷേമമാണ്. പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ആ ക്ഷേമത്തിനെ പോഷണം ചെയ്യാൻ, ആ ക്ഷേമത്തിനെ വളർത്തുവാനാണ് ഈ സഹസ്രനാമ ജപമണ്ഡലയിൽ അതിന്റെ ജപം ഇവിടെ നടക്കുന്നു. സഹസ്രനാമ ജപ യജ്ഞമായിട്ട് നടത്തുന്നു. പത്മനാഭസ്വാമിനെ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് വേദപാരായണങ്ങളാണ് നടക്കുന്നത്. ഇവിടുത്തെ വേദപാരായണങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു ഭാഗ്യം എനിക്കുണ്ട്. അതുപോലെ ഇവിടെ പ്രസംഗങ്ങൾ, അതിൽ പങ്കെടുക്കുന്ന ഭാഗ്യം ഉണ്ടായിരുന്നു. അതുപോലെ പരമ അനുഗ്രഹം കൊണ്ട് ഈ സഹസ്രനാമ ജപം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഉത്തരോത്തരം വർദ്ധതാം അഭിവർദ്ധതാം, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇവിടെ ഉള്ള എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട്, ഈ ഒരു സന്ദർഭം എനിക്ക് തന്ന ഈ സംഘടകന്മാർ അവരെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ധന്യോസ്മി. അനന്തപുരനാഥായ നിരന്തരദയാമുചേ അനന്ത പത്മനാഭായ നിത്യശ്രീർനിത്യമംഗളം. ദിവ്യദേശങ്ങളെ കുറിച്ച്, ശിഷ്യ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് വളരെ വിശദമായി നമ്മൾ അറിയേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന, അദ്ദേഹത്തിന്റെ അനുഭവം കൂടി ചേർത്ത് വളരെ ഹൃദ്യമായി അവതരിപ്പിച്ച ആദരണീയനായ വാസുദേവാചാര്യ അവർക്ക് നമസ്കാരങ്ങളോടെ നന്ദി അറിയിക്കുന്നു. അടുത്ത വിഷയം ധർമ്മസാരമായ വിഷ്ണു സഹസ്രനാമം എന്നതാണ്. വിഷയം അവതരിപ്പിക്കുന്നത് ഭാഗവത ശ്രീ വെള്ളത്തിട്ട് കിഴക്കേടത്ത് മന മാധവൻ നമ്പൂതിരി അവർകളാണ്. അദ്ദേഹം തന്ത്രി, യജ്ഞാചാര്യൻ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 12ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. കൂടാതെ അമൃതം സംസ്കൃതം എന്ന പേരിൽ യൂട്യൂബ് ചാനലിലൂടെ രാമായണം, മഹാഭാരതം, പുരാണങ്ങൾ എന്നീ മൂലഗ്രന്ഥങ്ങളിലെ വ്യാസദർശനം സാധാരണക്കാരിലേക്ക് എത്തിക്കുവാനുള്ള പരിശ്രമത്തിലാണ്.
സ്നേഹാദരപൂർവ്വം മാധവൻ നമ്പൂതിരി അവരുകളെ ഈ സെമിനാറിലെ രണ്ടാമത്തെ വിഷയം അവതരിപ്പിക്കുവാനായിട്ട്, ധർമ്മസാരമായ വിഷ്ണു സഹസ്രനാമം എന്ന വിഷയം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഭാഭാതി സർവശാസ്ത്രേഷു രതിസർവേഷു ജന്തുഷു താരണം സർവലോകേഷു തേന ഭാരതമുച്യതേ. മഹാഭാരതത്തെക്കുറിച്ച് പറയുന്നതാണ്. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെക്കുറിച്ച് എന്തൊക്കെയുണ്ടോ അതെല്ലാം മഹാഭാരതത്തിലുണ്ട്. മഹാഭാരതത്തിൽ ഇല്ലാത്തത് ലോകത്തെവിടെയും കാണാൻ സാധിക്കുകയില്ല. യതിഹാസ്തി തദന്യത്ര യന്നേഹാസ്തി തത് ന ക്വചിത്. അത് ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. മനുഷ്യ ജീവിതം പരിപൂർണമാവുന്നത് ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളിലൂടെയാണ്, ചതുർവർഗ ഫലപ്രാപ്തിയിലൂടെയാണ് എന്ന് ഋഷീശ്വരന്മാർ ഉപദേശിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള മഹാഭാരതത്തിന്റെ ഏറ്റവും സവിശേഷമായിരിക്കുന്ന ഒരു പ്രകരണമാണ് ശാന്തി പർവ്വത്തിലെ വിഷ്ണു സഹസ്രനാമം. മഹാഭാരതത്തിൽ ഉടനീളം വിഷ്ണുവിനെ പ്രകീർത്തിക്കുന്ന മഹാവിഷ്ണു തത്വത്തെ നമുക്ക് വ്യക്തമായി ബോധിപ്പിച്ചു തരുന്ന രംഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഒരർത്ഥത്തിൽ മഹാഭാരതം മുഴുവനും വിഷ്ണു സ്വരൂപം തന്നെയാണ് എന്ന് പറയാം. വ്യാസൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഭഗവാൻ വാസുദേവസ്യ കീർത്യതേത്ര സനാതന. ഭഗവാൻ വാസുദേവനെയാണ് ഇതിൽ പ്രകീർത്തിച്ചിരിക്കുന്നത്. സനാതന ശബ്ദം കൊണ്ട് കഴിഞ്ഞുപോയതും ഇപ്പോഴുള്ളതും ഇനി വരാനുള്ളതും കാലസ്വരൂപം. അങ്ങനെയുള്ള അനന്തനാകുന്ന കാലത്തിന്റെ മെത്തയിൽ പ്രപഞ്ചമാകുന്നതായ ആ താമര നാഭിയിൽ നിന്ന് മുളച്ച് വിടർന്നു നിൽക്കുമ്പോൾ അതിൽ തൻ്റെ ഭാവനാലോകത്തെ സൃഷ്ടി ചെയ്യുന്നതിന് വേണ്ടി താൻ തന്നെ ബ്രഹ്മ സ്വരൂപത്തിൽ ചതുർമുഖനായി അവതരിച്ച് വേദമെന്ന ജ്ഞാനപ്രകാശമായി ലോകത്തിനെല്ലാം അനുഗ്രഹം കൊടുക്കുന്ന പത്മനാഭന്റെ ദാസന്മാരായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിനീതമായി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമം എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയാനുള്ള ആ സാങ്കത്യത്തെക്കുറിച്ച് അല്പനേരം സംവദിക്കാം. സാധാരണഗതിയിൽ ഒരു പ്രഭാഷണം തുടങ്ങുമ്പോൾ ആദ്യം അഭിസംബോധന ചെയ്യണം സദസ്സിനെ. ഇവിടെ അങ്ങനെ ഒരു അഭിസംബോധനയ്ക്കായി മുതിരാതെ നേരെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് കാരണം, എനിക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാനുള്ളത് ഒരു തീർത്ഥത്തിലേക്കാണ്, മനോഹരമായ ഒരു ആനന്ദ തീർത്ഥത്തിലേക്ക്. ആ തീർത്ഥത്തിലേക്കുള്ള യാത്ര വളരെ ദൂരമുള്ളതാണ്. എങ്കിലും സാക്ഷാൽ ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്താൽ വേദവേദാംഗങ്ങളുടെ സാരമായിരിക്കുന്ന ആ അമൃതമയമായ തിരുനാമങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ മഹത്വത്തെ കേൾക്കാൻ ആഗ്രഹിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും എന്നോടൊപ്പം ഈ മഹാതീർത്ഥത്തിലേക്ക് എത്താൻ വളരെ എളുപ്പം സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. അധികം വിസ്തരിക്കാനുള്ളതായ സമയം നമുക്കില്ലാത്തത് കൊണ്ടും ഒരുപാട് കാഴ്ചകൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ചില മനോഹരമായ ദൃശ്യങ്ങൾ മാത്രം എന്നെ അനുഭൂതിയിലേക്ക് നയിച്ച ആ
അത്ഭുതങ്ങളുടെ ചിത്രങ്ങൾ മാത്രം കാണിച്ചു തന്നുകൊണ്ട് ആ തീർത്ഥത്തിൽ മുങ്ങുന്നതോടെ എൻ്റെ ഈ നാമാർച്ചന വാഗർത്ഥ പ്രദക്ഷിണം അവസാനിക്കും. മഹാഭാരതം എല്ലാ വേദങ്ങളുടെയും സാരമാണ് എന്ന് വിശദമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ളതായ മഹാഭാരതത്തിലൂടെ വേദവ്യാസൻ ലോകത്തിന് പകർന്നു കൊടുക്കുന്നത് വേദസാരം തന്നെയാണ്. അത് വേദം എന്ന് പറഞ്ഞാൽ ശ്രുതിയാണ്. മത്സ്യപുരാണത്തിൽ ആദ്യമായി മത്സ്യമൂർത്തിയെ വന്ദിക്കുന്ന ഒരു ശ്ലോകം ഈ ശ്രുതിയുടെ ആവിർഭാവത്തെ വളരെ ആലങ്കാരികമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പാതാളാദുൽപതിഷ്ണോർമകരവസതയോർയസ്യ പുച്ഛാഭിഘാതാദൂർധ്വം ബ്രഹ്മാണ്ഡഖണ്ഡവ്യതികരവിഹിതവ്യത്യയേന പതന്തി വിഷ്ണോർമത്സ്യാവതാരേ സകലവസുമതി മണ്ഡലം വ്യശ്നുവാനാസ്തസ്യാസ്യോദീരിതാനാം ധ്വനിരപഹരതാദശ്രിയം വാശ്രുതീനാം. മത്സ്യാവതാര സമയത്ത് സാക്ഷാൽ മഹാവിഷ്ണു പാതാളത്തിൽ നിന്ന് സമുദ്രത്തിന്റെ മധ്യത്തിലൂടെ ഇങ്ങനെ ഉയർന്നു. അങ്ങനെ ഉയരുന്ന സമയത്ത് വാൽഭാഗത്തിന്റെ അടിയേറ്റ് ഇളകിയ സമുദ്രം മേൽപോട്ടുയർന്ന് ബ്രഹ്മാണ്ഡം പിളരുന്നത് പോലെ ആ സമുദ്രം ഭൂമണ്ഡലത്തിൽ ആകമാനം പരന്നു. അപ്പോൾ ആ മത്സ്യമൂർത്തിയുടെ വാലുകൊണ്ടുള്ളതായ അടിയേറ്റ് സമുദ്രത്തിലുണ്ടായ ആ ശബ്ദം, ആ സമുദ്രം അങ്ങനെ അങ്ങ് പരന്ന സമയത്ത് ഭഗവാന്റെ മുഖത്ത് നിന്ന്, മത്സ്യമൂർത്തിയുടെ മുഖത്ത് നിന്ന് ഉതിർന്ന ശ്രുതി നമ്മുടെയൊക്കെ ദോഷങ്ങളെ ഇല്ലാതാക്കി തീരട്ടെ എന്നാണ്. അപ്പോൾ ശ്രുതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രപഞ്ചത്തിൽ ആദ്യമായി ഉണ്ടായ നാദം എന്നു തന്നെയാണ്. പ്രണവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ആ പ്രണവം തന്നെയാണ് വിവൃതമായി പ്രപഞ്ചമായി പരിണമിച്ചത്. പ്രപഞ്ചം എന്ന വാക്കിൽ തന്നെ പ്രകൃഷ്ടേണ പഞ്ചീകൃതമായത് 5 ഭൂതതന്മാത്രകൾ, ശബ്ദസ്പർശരൂപ രസഗന്ധാത്മകമായിരിക്കുന്നതായ അനുഭവത്തിന് ഉതകുന്ന വിധത്തിൽ പ്രപഞ്ചം രൂപപ്പെട്ടു വന്നത് ഈ ആദിനാദത്തിൽ നിന്നാണ്. ആ ആദിനാദത്തിന്റെ സാരത്തെ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നു വേദം. ആ ശ്രുതി തന്നെയാണ് മഹാഭാരതത്തിലൂടെ നമുക്ക് വ്യാസ ഹൃദയം പകർന്നു തരുന്നത്. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹിതം. ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദത്തെ പകർന്നു തരുന്നു. അങ്ങനെയുള്ള മഹാഭാരതത്തിൽ നമ്മൾ കാണുന്ന രംഗം, മഹാഭാരത യുദ്ധം 18 ദിവസത്തെ മഹായുദ്ധം കഴിഞ്ഞ് ആകെ 10 പേരാണ് അവശേഷിച്ചത്. പഞ്ചപാണ്ഡവരും കൃഷ്ണനും ശതധന്വാവും അശ്വത്ഥാമാവും കൃതവർമാവും. ഇങ്ങനെ ആ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഈ മഹായുദ്ധത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല. ആകെ ജീവിച്ചിരിക്കുന്ന പ്രജകൾ മുഴുവൻ, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട മക്കളുണ്ട്, സഹോദരന്മാരെ നഷ്ടപ്പെട്ട സഹോദരിമാര്, മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാര്, ഭർത്താവിനെ നഷ്ടപ്പെട്ടവരായ വിധവകള്, ഇവരുടെയൊക്കെ വിലാപം ഇങ്ങനെ ഉയർന്നു കേൾക്കുമ്പോൾ യുധിഷ്ഠിരന് ഇവരെ ഞാൻ എങ്ങനെയാണ് ഭരിക്കുക? കാരണം ഇവരുടെ കരച്ചിലിന്റെ കാരണം ഞാൻ തന്നെ. അങ്ങനെയുള്ളതായ ഞാൻ എങ്ങനെയാണ് ഈ രാജ്യത്തെ പരിപാലിക്കുക എന്ന് ചിന്തിച്ച് വൈരാഗ്യഭാവം ഉണർന്ന് എല്ലാം ഉപേക്ഷിച്ച് സന്യാസത്തിന് പുറപ്പെട്ട യുധിഷ്ഠിരനെ ആ മഹാഭാരത യുദ്ധ ഭൂമിയുടെ മധ്യത്തിൽ ആകാശത്തിൽ നിന്ന് വീണുപോയ ഒരു സ്വർദേവതയെ പോലെ കിടക്കുന്ന ഭീഷ്മരുടെ അരികത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് വർണ്ണിക്കുന്നത്. അതിൽ മഹാഭാരതത്തിലെ ആ രംഗത്തെ കുറച്ചുകൂടി അതിൻ്റെ അർത്ഥബോധത്തെ പകർന്നു തരുന്ന രീതിയിൽ നമുക്ക് ഭാഗവതത്തിൽ കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ശ്രീമദ് ഭാഗവതം വർണ്ണിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ശ്രീ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിന്റെ സാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവത് തത്വത്തെ വേണ്ടതുപോലെ വർണ്ണിക്കുന്ന ഒരു ഗ്രന്ഥമാണ്.
അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിന്റെ അർത്ഥാനുഭവങ്ങളിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കണമെങ്കിൽ ഭാഗവതത്തെ ചേർത്ത് പിടിക്കണം. വ്യാസഭഗവാനോട് നാരദ മഹർഷി ഉപദേശിക്കുന്ന രംഗം ഭാഗവതത്തിലെ ആദ്യ സ്കന്ധത്തിൽ തന്നെ വർണ്ണിക്കുന്നുണ്ട്. ഇതിഹാസവും പുരാണവും ഒക്കെ എഴുതി കഴിഞ്ഞിട്ടും ദുഃഖിതനായിരിക്കുന്ന വേദവ്യാസനോട് ഈ ദുഃഖത്തിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ വ്യാസൻ പറയുന്നത് എനിക്കറിയില്ല, അകാരണമായൊരു ദുഃഖം എന്നെ പിടികൂടിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ നാരദ മഹർഷി ഉപദേശിച്ചു കൊടുക്കുന്നത് ഈ അകാരണമായ ദുഃഖത്തിന് കാരണം അങ്ങ് മഹാഭാരതത്തിലൂടെ ധർമ്മം ചെയ്യൂ എന്നാണ് ലോകത്തെ ഉദ്ബോധിപ്പിച്ചത്. നമ്മൾ മഹാഭാരതത്തിൽ കാണുന്നുമുണ്ട്, അവസാനം ഭാരത സാവിത്രിയിലെ ഒരു ശ്ലോകമായിട്ട് വർണ്ണിക്കുന്നു, ഊർധ്വബാഹുർ വിരൗമ്യേഷ ന കശ്ചിത് ശൃണോതി മേ ധർമാദർത്ഥശ്ച കാമശ്ച സധർമ്മക്കോന്നു സേവ്യതേ. ഞാൻ എല്ലാവരോടും ധർമ്മം ചെയ്യൂ എന്ന് ഉപദേശിച്ചിട്ട് ആരും വേണ്ടതുപോലെ ആ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നില്ലല്ലോ. കാരണം ധർമ്മത്തിലൂടെയാണ് അർത്ഥകാമ മോക്ഷാദികളൊക്കെ നമുക്ക് നേടാനാവുകയുള്ളൂ. ഇതാണ് ആത്യന്തികമായി വേദവ്യാസൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതിനെ വളരെ ലളിതമായി പറയുന്നു, പരോപകാര പുണ്യായ. അഷ്ടാദശ പുരാണാനാം വ്യാസസ്യ വചനദ്വയം പരോപകാര പുണ്യായ പാപായ പരപീഡനം. മറ്റുള്ളവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് പാപത്തിന് കാരണമായി തീരുന്നു, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്താൽ അത് പുണ്യമാണ് എന്ന്. അങ്ങനെയുള്ളതായ ആ മഹത്തരമായിരിക്കുന്ന വ്യാസോപദേശം അത് ലോകം വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അതിനാൽ എന്താണ് ധർമ്മം വളരെ ലളിതമായി സാധാരണക്കാർക്ക് അനുഷ്ഠിക്കാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ വേദവ്യാസൻ ധർമ്മസ്വരൂപമായിരിക്കുന്ന ആ ഭഗവാനെ ഹൃദയത്തിൽ അനുനിമിഷ പ്രതിപാദനങ്ങളിലൂടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന വിധത്തിൽ ഭാഗവതത്തിൽ വർണ്ണിച്ചത്. അനുവർണിത എന്നാണ് അവിടെ വ്യാസന്റെ ദുഃഖത്തിന്റെ കാരണമായിട്ട് നാരദ മഹർഷി പറഞ്ഞത്. അപ്പൊ ദുഃഖത്തിന്റെ കാരണം ആ ഭഗവാനെ വേണ്ടതുപോലെ വർണ്ണിക്കാത്തതാണ്. ലോകത്തിന് ധർമ്മസ്വരൂപമായ ഭഗവാനെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ സാധിക്കണം. കാരണം എന്താ? ധർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തെക്കുറിച്ച് എല്ലാവർക്കും സംശയമാണ്. മഹാഭാരതത്തിൽ തന്നെ ധർമ്മതീർത്ഥാടനം ചെയ്തവരായിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വിതുര മഹാശയൻ, കുത്രധർമ്മ വ്യവസ്ഥിതി, എവിടെയാണ് ധർമ്മം? സ്വയം ധർമ്മമായിരുന്നിട്ട് കൂടി ചുറ്റും ധർമ്മം എന്താണെന്ന് മനസ്സിലാവാതെ പരസ്പരം പോരടിക്കുന്ന സഹോദരന്മാരെയും ബന്ധുക്കളെയും കണ്ട് വിലപിക്കുന്ന വിതുര വിലാപത്തിന്റെ കഥയാണ് മഹാഭാരതത്തിൽ ഉദ്യോഗപർവം വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഭീഷ്മർ ധർമ്മവിലാപത്തിലൂടെ നിവൃത്തി ഇല്ലാതെ താൻ അധർമ്മികളായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിലും തൻ്റെതായിരിക്കുന്നതായ ഒരു ധർമ്മവ്യാഖ്യാനത്തിലൂടെ ധർമ്മസ്വരൂപികളായിരിക്കുന്ന പാണ്ഡവരോട് യുദ്ധം ചെയ്ത ആളാണ് ഭീഷ്മര്. അപ്പൊ ഇങ്ങനെ മഹാഭാരതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി ജാനാമ്യധർമ്മം നചമേ നിവൃത്തി കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി എന്ന് വിലപിക്കുന്ന ആളുകളെയാണ്. ധൃതരാഷ്ട്രനും അങ്ങനെ വിലപിച്ചു, ദുര്യോധനും അങ്ങനെ വിലപിച്ചു. എന്തിന്? മഹാഭാരതത്തിൽ മാത്രമല്ല, യോഗവാസിഷ്ഠം എന്ന് പേരുള്ളതായ ആ ദാർശനികമായിരിക്കുന്ന ഒരു ഇതിഹാസമുണ്ട് നമുക്ക്. ആ യോഗവാസിഷ്ഠത്തിൽ ശ്രീരാമനെ നമ്മൾ കാണുന്നത് വസിഷ്ഠന്റെ ഗുരുകുലത്തിൽ നിന്ന് വിശ്വാമിത്ര മഹർഷി വന്ന സമയത്ത് ഈ ശ്രീരാമനെ സദസ്സിലേക്ക് വിളിച്ചപ്പോൾ ശ്രീരാമൻ വരുന്നത് ഇങ്ങനെ ഒരു വിലാപത്തോടു കൂടിയാണ്. ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി. എനിക്ക് ധർമ്മം എന്താണെന്ന് അറിയാം, ആ ധർമ്മം വേണ്ടതുപോലെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്താണ് അധർമ്മം എന്നറിയാം, ആ അധർമ്മം ചെയ്യാതിരിക്കാനും സാധിക്കുന്നില്ല. ഏതോ ഒരു ദേവൻ എന്റെ ഉള്ളിലിരുന്ന് എന്തിലൊക്കെയോ എന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിലാപമാണ് യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലെ ധർമ്മബോധമുള്ള പല കഥാപാത്രങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത് കേൾക്കാനിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. എന്താണ് ധർമ്മം എന്നറിയാം, നമുക്ക് ആ ധർമ്മത്തെ വേണ്ടതുപോലെ ചെയ്യാനുള്ളതായ ശക്തിയോ ധൈര്യമോ സ്വരൂപിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാലാണ് ഈ ധർമ്മ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക? ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹിംസ, സത്യം, അസ്തേയം എന്നിങ്ങനെയുള്ള ആ തത്വങ്ങളാണ്. അഹിംസ, മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ പോലും വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വാക്കുകൊണ്ട് നമുക്ക് എപ്പോഴും സത്യസന്ധരായിരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വിധത്തിൽ മനസ്സുകൊണ്ടെങ്കിലും മറ്റുള്ളവരുടെ കയ്യിലുള്ളത്
അത് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചാൽ പോലും അത് സ്ഥേയമാണ്, അത് മോഷണമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളതായ സ്ഥേയഭാവങ്ങളില്ലാതെ നമുക്ക് വർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ധർമ്മത്തിൽ ചേർന്ന് നിൽക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനുള്ള ധൈര്യം പകർന്നു കൊടുക്കത്തക്ക വിധം എന്താണ് ഈ ലോകത്തുള്ളത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ശ്രീമദ് ഭാഗവതം ഉണർന്നൊഴുകുന്നത്. ആ ഭാഗവതമാകട്ടെ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഒരു മൂർത്തി വ്യാഖ്യാന രൂപമാണ് എന്ന് തന്നെ പറയാം. കാരണം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി, പ്രത്യക്ഷ ശ്രീകൃഷ്ണ സ്വരൂപമായി തന്നെ ശ്രീമദ് ഭാഗവതത്തെ പറയുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിന്റെ മൂർത്തിസ്വരൂപമായി തന്നെ ഭാഗവതത്തെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് നാം ഈ സഹസ്രനാമം ആരംഭിക്കുന്ന സമയത്ത് കേൾക്കുന്ന ശ്ലോകത്തിന്റെ അർത്ഥത്തിലൂടെ ഒന്ന് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഇതിഹാസത്തിന്റെ ആ പ്രകരണത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ എന്താണ് വിഷ്ണു സഹസ്രനാമ ജപം കൊണ്ട് ധർമ്മത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ ഭീഷ്മരെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശ യുധിഷ്ഠിര ശാന്തനവം പുനരേവാഭ്യഭാഷത. യുധിഷ്ഠിരൻ ശന്തനുപുത്രനായിരിക്കുന്ന ഭീഷ്മരോട് ചോദിക്കുകയാണ്. എപ്പോഴാണ് ഭീഷ്മരോട് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്? ശ്രുത്വാ ധർമാൻ അശേഷേണ പാവനാനിച്ച സർവശ. എന്തൊക്കെയാണോ പാവനങ്ങളിൽ പാവനങ്ങളായിട്ടുള്ള ധർമ്മ തത്വങ്ങൾ ഉള്ളത് അതിനെയൊക്കെ കേട്ടതിന് ശേഷം യുധിഷ്ഠിരൻ ഭീഷ്മരോട് ചോദിച്ചു എന്നാണ് വിഷ്ണു സഹസ്രനാമ മാഹാത്മ്യത്തിന്റെ ആദ്യ ശ്ലോകമായി നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദ്യം ചോദിച്ചത് യുധിഷ്ഠിരനാണ്. യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ സ്ഥിരതയുള്ളവൻ. യുദ്ധം എന്ന് മാത്രമല്ല അവിടെ അർത്ഥം, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ എന്നാണ്. ഈ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനായിരിക്കുന്ന യുധിഷ്ഠിരൻ, അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണല്ലോ ധർമ്മപുത്രർ. ധർമ്മത്തിന്റെ തന്നെ പുത്രഭാവത്തിൽ അവതരിച്ചിരിക്കുന്ന ആ യുധിഷ്ഠിരനാകട്ടെ മഹാഭാരതത്തിലെ പല രംഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ശക്തനായ ഒരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ പാണ്ഡവരിൽ നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് ഭീമൻ വളരെയധികം ബലമുള്ള ആളാണ്, അർജുനൻ ഗാന്ധീവധാരിയായിരിക്കുന്ന അർജുനൻ, വിജയൻ എന്ന അപരനാമമുള്ള അർജുനൻ, ഇങ്ങനെ ഇവരൊക്കെയാണ് ഏറ്റവും യുദ്ധത്തിൽ വില്ലാളി വീരന്മാര്, ശക്തന്മാര് എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷേ മഹാഭാരതത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക യുധിഷ്ഠിരനാണ് പാണ്ഡവരിൽ വെച്ച് ഏറ്റവും ശക്തനായ വ്യക്തി. അത് ഭീമൻ തന്നെ പറയുന്നുണ്ട്. വനപർവത്തിന്റെ തുടക്കത്തിൽ ഭീമൻ പറയുന്നു, അങ്ങേക്ക് എപ്പോഴും ഈ ക്ഷമയുണ്ടാവണേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്നാണ് ഭീമസേനൻ പറയുന്നത്. കാരണം അങ്ങേക്ക് ക്ഷമയില്ലാതായാൽ ഞങ്ങളൊക്കെ എടുത്ത പ്രതിജ്ഞകളൊക്കെ വിഫലമായി പോകും. ഈ കൗരവാദികളൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് ഭസ്മമായി തീരും അങ്ങയുടെ കോപത്താൽ. അതുകൊണ്ട് അങ്ങ് എപ്പോഴും ക്ഷമയുള്ളവനായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഭീമസേനൻ പറയുന്ന ഒരു രംഗം അവിടെ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള യുധിഷ്ഠിരന്റെ മനസ്സിൽ ധർമ്മമാർഗം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന രംഗം യക്ഷപ്രശ്നത്തിൽ പറയുന്നു. കപന്ഥ എന്ന യക്ഷന്റെ ചോദ്യത്തിന് യുധിഷ്ഠിരൻ പറയുന്ന മറുപടി, തർക്കോ പ്രതിഷ്ഠ ശ്രുതയോ വിഭിന്ന നൈകോ ഋഷിർയസ്യ മതം പ്രമാണം ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോ യേന ഗതസ്സ പന്ഥ. ഇവിടെ ധർമ്മത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ താർക്കികമായിരിക്കുന്ന ചിന്തകളിലൂടെ ലോകത്ത് പ്രചരിക്കുന്നതായ ഏത് ശാസ്ത്രങ്ങളായിക്കോട്ടെ ആ ശാസ്ത്രങ്ങളൊക്കെ ഭിന്നങ്ങളായ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ശ്രുതികളുടെ വ്യാഖ്യാനങ്ങളും വിഭിന്നങ്ങളാണ്. ഒരു ഋഷിയുടെ മതം അത് നമുക്ക് എടുക്കാം എന്ന് പറയാൻ പറ്റിയ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ ലോകത്തില്ല. ഏതെങ്കിലും ഒരു ഋഷി പറഞ്ഞത് അത് മാത്രമാണ് ശരി എന്ന് പറയാൻ നമുക്കില്ല. ഓരോ ഋഷീശ്വരന്മാരും പറഞ്ഞത് വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഭാവനകളിലൂടെ ഒരേ ഒരു ശരിയിലേക്കുള്ള വിവിധ മാർഗങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായം, ധർമ്മത്തിന്റെ തത്വം എവിടെയാണ് കിടക്കുന്നത്? ഗുഹകളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മൂടി വെച്ചിരിക്കുന്നു എന്നല്ല. ഋഷീശ്വരന്മാർ സഞ്ചരിച്ചതായ ധ്യാനമാർഗങ്ങളുടെ ഇടങ്ങളാണ് ഈ ഗുഹകൾ. അപ്പോൾ ധർമ്മത്തിന്റെ തത്വം നിലനിൽക്കുന്നത് ഈ അന്തരാത്മാവിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ്. അപ്പോൾ
ഈ യാത്ര അവനവന്റെ അന്തരംഗത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയാണ് മഹാജനങ്ങൾ ചെയ്ത വഴി, മഹാജനങ്ങളുടെ യാത്ര. മഹാജനോ ഏന ഗതസ്സ പന്ഥ. നമുക്ക് വഴിയുള്ളത് അത് തന്നെയാ, മഹാജനങ്ങൾ പോയ വഴി മാത്രമാണ് മുമ്പിലുള്ളത്. ഏതാ മഹാജനങ്ങൾ പോയ വഴി? ഈ അവനവന്റെ അന്തരംഗത്തിലേക്കുള്ള വഴിയാണ്, ആത്മായനമാണ്. ഈ ആത്മായനം യഥാർത്ഥത്തിൽ ഈ ആത്മതീർത്ഥാടനം, ആ തീർത്ഥാടനത്തിന് നമ്മെ സജ്ജരാക്കുന്ന, ആ ആത്മതീർത്ഥാടനത്തിലൂടെ ഋഷീശ്വരന്മാർ എന്ത് അനുഭവിച്ചുവോ ആ അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒന്നാണ് വിഷ്ണു സഹസ്രനാമം. ഈ ഒരു മാഹാത്മ്യത്തിലേക്ക് നമ്മളെ ചേർത്ത് വെക്കുന്നതാണ് യുധിഷ്ഠിരൻ ചോദിച്ച ചോദ്യങ്ങളും ആ ചോദ്യത്തിന് ഭീഷ്മർ കൊടുത്ത ഉത്തരങ്ങളും. കിമേകം ദൈവതം ലോകേ കിംവാപ്യേകം പരായണം സ്തുവന്ത കം കമർച്ചന്ത പ്രാപ്നുയുർമാനവാ ശുഭം കോധർമ്മ സർവധർമാണാം ഭവത പരമോമത കിം ജപൻ മുച്യതേ ജന്തു ജന്മസംസാരബന്ധനാത്. 6 ചോദ്യങ്ങൾ. അതിൽ കോധർമ്മ സർവധർമാണാം ഭവത പരമോമത. ഭീഷ്മരോട് യുധിഷ്ഠിരൻ ചോദിക്കുന്ന, അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മം എന്താണ് എന്നാണ്. അപ്പൊ ഇതുവരെ കേട്ടത് എന്താ? ക്ഷത്രിയ ധർമ്മം കേട്ടു, ബ്രാഹ്മണ ധർമ്മം കേട്ടു, വൈശ്യധർമ്മം കേട്ടു, ശൂദ്രധർമ്മം കേട്ടു. വാനപ്രസ്ഥന്മാര് ചെയ്യേണ്ടത് എന്ത്, ബ്രഹ്മചാരികൾ ചെയ്യേണ്ടത് എന്ത്, ഗൃഹസ്ഥന്മാര് ചെയ്യേണ്ടത്, സന്യാസിമാര് ചെയ്യേണ്ടത്, ഇതൊന്നും കൂടാതെ മനുഷ്യൻ പ്രകൃതിയോട് അനുഷ്ഠിക്കേണ്ടതായ ധർമ്മഭാവങ്ങൾ ഏതൊക്കെയാണ്, സഹജീവികളോട് എങ്ങനെയൊക്കെ പെരുമാറണം, രാജാവ് എങ്ങനെയൊക്കെയാണ് പ്രജകളെ ഭരിക്കേണ്ടത്, പ്രജകൾ എങ്ങനെയാണ് രാജാവിനോട് പെരുമാറേണ്ടത്, ഗുരുക്കന്മാരോട് ശിഷ്യന്മാർ എങ്ങനെയാണ് വർത്തിക്കേണ്ടത്, ഇങ്ങനെ മനുഷ്യ സമൂഹത്തിൽ ഒരു സാധാരണ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതായ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധഭാവത്തോടുകൂടി സദ്ഭാവനയോടുകൂടി നിലനിർത്തത്തക്ക വിധം എന്തൊക്കെയുണ്ടോ ആ ഉപദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിരൻ ചോദിക്കുന്നതാണ്, അങ്ങയുടെ അഭിപ്രായത്തിൽ ഏറ്റവും പരമമായിരിക്കുന്ന ധർമ്മം എന്താണ് എന്ന്. അപ്പൊ നേരത്തെ പറഞ്ഞു മഹാജനോ ഏനഗതസ്സ പന്ഥ. യുധിഷ്ഠിരന് മഹാജനങ്ങൾ പോയ വഴി അത് തന്നെയാണ് ധർമ്മമാർഗം എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ശരശയ്യയിൽ കിടക്കുന്നതായ ഭീഷ്മരുടെ അരികത്ത് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. യുദ്ധം തുടങ്ങി 10ാം ദിവസം വീണു ഭീഷ്മ പിതാമഹൻ. തന്റെ പേരക്കുട്ടിയായ അർജുനന്റെ കൂർത്തുമൂർത്ത ശരങ്ങൾ മാറിടത്തിൽ കൊള്ളുമ്പോൾ അദ്ദേഹം മന്ദഹസിച്ചു. കാരണം തന്റെ പ്രാണൻ വേർപെടേണ്ട സമയമായിരിക്കുന്നു. അതിന് കാരണമാവേണ്ടത് ഏതൊരു കൈകളാണോ ആ കൈകൾ തന്നെ അതാ തനിക്ക് നേരെ അസ്ത്രം അയച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പ്രേരണയായി വർത്തിക്കുന്നതോ ആ വിജയന്റെ തേർത്തട്ടിലിരിക്കുന്ന സാക്ഷാൽ പാർത്ഥസാരഥിയാണ്. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഈ രംഗത്തിൽ ഈ ഉപദേശങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം എത്ര ധർമ്മസുതോ രാജ ഗദാപാണിർമൃഗോദരഃ കൃഷ്ണോ സ്ത്രീ ഗാണ്ഡിവം ചാപം സുഹൃത് കൃഷ്ണസ്തതോ വിപത്ത്. ശ്രീകൃഷ്ണ ഭഗവാനും ദാ വലിയ ഗദാധാരിയായിരിക്കുന്ന ഭീമസേനനും ഗാണ്ഡീവധാരിയായിരിക്കുന്ന അർജുനനും ഒക്കെ ഉണ്ടായിട്ടും ഈ പാണ്ഡവരിങ്ങനെ പലതരത്തിലുള്ളതായ ദുഃഖങ്ങൾ അനുഭവിച്ചു എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്? സപാലോ യത്വശേ ലോകോ വയോരിവ ഘനാവലി. ആകാശത്തിലെ മേഘങ്ങൾ വായുവിന്റെ ഗതിക്കനുസരിച്ച് ചിതറിപ്പോകുന്നത് പോലെ ഈശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളും പരിണമിച്ചുകൊണ്ടിരിക്കുന്നു, രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ മറ്റെന്താണ് ഇതിന് ഉത്തരം പറയേണ്ടത് എന്ന് അത്ഭുതത്തോടുകൂടി പറഞ്ഞുകൊണ്ടാണ് ഭീഷ്മര് ഹേ പാർത്ഥസഖേ, ഹേ വിജയസഖേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ആ പാർത്ഥസാരഥിയെ സ്മരിച്ചുകൊണ്ട് പ്രാണൻ ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ആ മഹാവിഷ്ണുവിനെ വേണ്ടതുപോലെ ആശ്രയിക്കൂ എന്ന് ഉപദേശം കൊടുത്തുകൊണ്ട് ഭീഷ്മർ പ്രാണൻ ത്യജിച്ചു എന്ന് ഭാഗവതം വർണ്ണിക്കുമ്പോൾ ആ വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രകരണം, വിഷ്ണു സഹസ്രനാമത്തിന്റെ സാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വർണ്ണിച്ചു തന്നിരിക്കുകയാണ്. എന്താ വിഷ്ണു സഹസ്രനാമത്തിന്റെ സാരം? എപ്പോഴും നാം ആശ്രയിക്കേണ്ടത് ആ ഭഗവാനെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ അത് ധർമ്മമായി തീരുന്നത്? ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്നൊക്കെ പറഞ്ഞെടുത്ത് മഹാജനങ്ങൾ പോയ വഴിയാണ് നമ്മുടെ ധർമ്മമാർഗം എന്നും ഉപദേശിച്ചു തരികയുണ്ടായല്ലോ. ആ ധർമ്മം എന്താണ്? വ്യാസൻ പറയുന്നു, ഭഗവത്ഗീതയിലൂടെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എല്ലാ ധർമ്മ ചിന്തകളെയും, ധർമ്മത്തെക്കുറിച്ചുള്ളതായ വിവാദങ്ങളെയും, ധർമ്മത്തെക്കുറിച്ചുള്ളതായ എല്ലാ തർക്കങ്ങളെയും, എല്ലാ സംശയങ്ങളെയും ഉപേക്ഷിക്കൂ. കാരണം ഞാൻ തന്നെയാണ് ആ ധർമ്മം.
എന്നെ വേണ്ടതുപോലെ ആശ്രയിക്കൂ എന്ന് ഭഗവത്ഗീതയിലൂടെ ലോകഗുരുവായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ട് പറയിപ്പിച്ച വ്യാസഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തരുന്നത് വ്യക്തമായും ധർമ്മം ഈശ്വരൻ തന്നെ. ആ ഈശ്വരൻ എന്ന് പറഞ്ഞാലോ ഏതാണ് ആ ഈശ്വര ഭാവം? നമുക്ക് 30 കോടി ഈശ്വരന്മാരുണ്ട്. ഈ 30 കോടി ദേവതാ തത്വങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കുന്നതായ ദർശനങ്ങളുടെയും വ്യത്യസ്ത പാരമ്പര്യങ്ങളുടെയും ഭാവത്തിൽ നിലകൊള്ളുമ്പോൾ എല്ലാറ്റിനും പരമമായിരിക്കുന്ന ഒരേയൊരു ദേവത ആരാണ് എന്ന ചോദ്യത്തിന് വിഷ്ണുവാണ് എന്ന് പറയാനുള്ള കാരണം വിഷ്ണു ധർമ്മസ്വരൂപമാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്താണ് ധർമ്മസ്വരൂപം എന്ന് പറയാൻ കാരണം? ഈ വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം തന്നെ അതിന്റെ ഉത്തരമാണ്. വിശ്വം. ഈ പ്രപഞ്ചം സ്വയം ഈശ്വരനാണ്. ആ പ്രപഞ്ച സ്വരൂപമായിരിക്കുന്ന ഭഗവാൻ. വിശ്വം എന്ന വാക്ക് സർവനാമമാണ്. അതുകൂടാതെ നാമമായും ഉച്ചരിക്കും. വിശ്വസ്മൈ നമ എന്നും പറയാം, വിശ്വായ നമ എന്നും പറയാം. അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചമായിരിക്കുന്നതും പ്രപഞ്ചത്തിന്റെ കാരണമായിരിക്കുന്നതും ഭഗവാൻ തന്നെ. ഈ തത്വത്തെ വ്യക്തമാക്കുമ്പോഴാണ് ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം വ്യക്തമാവുന്നത്. ധർമ്മത്തിന്റെ അർത്ഥം എന്താണെന്നറിയാതെ അടഞ്ഞ കഥാപാത്രങ്ങളെ മുഴുവൻ വർണ്ണിച്ച അവസാനം എന്താണ് ധർമ്മസ്വരൂപം എന്ന് വ്യക്തമാക്കുന്ന ഇടമാണ് ഈ വിഷ്ണു സഹസ്രനാമ പ്രകരണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ധർമ്മമാവുന്നത്? ധർമ്മം ഈ പ്രപഞ്ചത്തെ ധരിക്കുന്നതെന്തോ, നിലനിർത്തുന്നതെന്തോ അതാണ് ധർമ്മം. സത്യം, അഹിംസ, അസ്തേയം എന്ന് പറയുന്നതാണ് പ്രപഞ്ചത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന സ്വരൂപം, സനാതന ഭാവം എന്ന് പറയുന്നത്. ആ സനാതന ഭാവം എങ്ങനെയാണ് ഈശ്വരനാവുന്നത് എന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് സാക്ഷാൽ പത്മനാഭനാവുന്നത്? ശ്രീകൃഷ്ണൻ എന്നിങ്ങനെ വാസുദേവൻ, അനിരുദ്ധൻ, സംഘർഷണൻ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന നാമങ്ങളിലൂടെ ആ ധർമ്മസ്വരൂപത്തെ വ്യാഖ്യാനിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ അർത്ഥത്തെ ഉൾക്കൊള്ളേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഭാഗവതത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. 1-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭി എന്നാണ്. ഭഗവാൻ പുരുഷരൂപത്തെ സ്വീകരിച്ചു ആദ്യമായി എന്നാണ്. എന്തിനു വേണ്ടി? അപ്പോൾ നമ്മുടെ ഭാരതീയ ദർശനങ്ങളിലെ ആ സാരത്തെ എടുക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്നല്ല, പകരം ഈ പ്രപഞ്ചമായി ഈശ്വരൻ സ്വയം പരിണമിച്ചു എന്നാണ്. അപ്പോൾ ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നല്ല നമ്മുടെ ഈ ഭാരതീയ ദർശനങ്ങൾ നമുക്ക് പകർന്നു തന്നത്. ഈശ്വരൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു. ജഗൃഹേ പൗരുഷം രൂപം. ഇതെവിടെന്നാ വന്നത്? നമ്മൾ ആദ്യം പറഞ്ഞതായ ആ മത്സ്യമൂർത്തിയുടെ വാൽത്തട്ടി സമുദ്രം ആകാശത്തേക്ക് ഉയർന്നെങ്ങും പരന്നതായി നമുക്ക് ആലങ്കാരികമായി വർണ്ണിച്ചു തന്ന ഈ പ്രപഞ്ചാവിർഭാവ സിദ്ധാന്തം ഋഗ്വേദത്തിലെ സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമി വിശ്വതോ വൃത്വാത്യതിഷ്ഠത ശാങ്കുലം എന്ന പുരുഷ സൂക്തമാണ്. പുരുഷ ശബ്ദം കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് പുരേശയതി ഇതി പുരുഷക എന്ന് തന്നെയാണ്. പുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രകൃതി സ്വരൂപമാണ്. സഗുണമായിരിക്കുന്നതായ പ്രകൃതി സ്വരൂപത്തെ മഹത്തരമായിരിക്കുന്നതായ ഈ പ്രപഞ്ചമാക്കി മാറ്റുന്നതിന് കാരണമായ ചേതനാവിശേഷത്തെയാണ് ഇവിടെ പുരുഷ ശബ്ദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സ്വയം പ്രപഞ്ചമായി പരിണമിച്ച ഈശ്വരൻ തന്നെയാണ് ആ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കുള്ളിലും സർവചരാചരങ്ങൾക്കും പുറത്തുമായി വ്യാപിച്ചിരിക്കുന്നത്. ആ വ്യാപിച്ചിരിക്കുന്നതായ ആ ഈശ്വര സ്വരൂപമാണ് ഋതം, ഈ പ്രപഞ്ചത്തിന്റെ താളം. ഋതം തന്നെയാണ് സത്യം. ആ സത്യസ്വരൂപമാണ് ധർമ്മം. അങ്ങനെ ഈശ്വരൻ തന്നെ ധർമ്മം. അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ധർമ്മത്തിലൂടെ സഞ്ചരിക്കുവാനുള്ള ശക്തി എങ്ങനെ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മനസ്സിന്റെ ഗുണമാണ്. മനസ്സ് എന്തിനോട് ചേർന്ന് നിൽക്കുന്നുവോ അതിനനുസരിച്ച് മനസ്സ് ആ രൂപത്തെ സ്വാംശീകരിക്കുന്നു. അതുകൊണ്ട് പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു മനസ്സ് ഈശ്വര സ്വരൂപമാണ് എന്ന്. മനസ്സ് ഈശ്വര സ്വരൂപമാണെങ്കിൽ ആ മനസ്സിന്റെ ഭാവനകൾ എങ്ങനെയിരിക്കുന്നു അതിനനുസരിച്ചാണ് ഓരോ വ്യക്തിയും അസുരനും രാക്ഷസനും മൃഗവും പക്ഷിയും ഒക്കെയായി മാറുന്നത്, പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും വ്യവഹാരങ്ങളെ കൊണ്ടും. അപ്പോൾ നമ്മൾ
ഈശ്വരനെ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുകയാണെങ്കിൽ ആ ഈശ്വരന്റെ ആത്യന്തികമായ സ്വരൂപം ധർമ്മമാണെന്നിരിക്കെ നമ്മളും ധർമ്മസ്വരൂപമായി മാറുന്നു, നമ്മുടെ കർമ്മങ്ങൾ ധർമ്മസ്വരൂപമായി മാറുന്നു, നമ്മുടെ ചിന്തകൾ ധാർമ്മികമായി തീരുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും സാമൂഹികമായിരിക്കുന്ന വ്യവഹാരങ്ങളിൽ സദ്വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുക എന്നതായ ഉത്തമമായ പരമമായ ഒരു ലക്ഷ്യം കൂടി ഈ വിഷ്ണു സഹസ്രനാമ ജപത്തിനുണ്ട്. കാരണം വിഷ്ണു സഹസ്രനാമത്തിലൂടെ വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു എന്നിങ്ങനെ തുടങ്ങുന്നതായ നാമങ്ങളിലൂടെ ഈ ഏകദേവത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 33 കോടി ദേവതകളായി പ്രകാശിക്കുന്നതായ യാതൊരു തത്വമുണ്ടോ ആ തത്വമായ വിഷ്ണുവിനെ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് 33 കോടി ദേവതാ സ്വരൂപം എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന വ്യാപനശീലത്വത്തോടു കൂടിയ ആത്മസ്വരൂപമാണ് വിഷ്ണുവെങ്കിൽ ആ ആത്മസ്വരൂപമാകുന്ന ഈശ്വരൻ പ്രകടമാകുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. ആ മാധ്യമങ്ങളാകട്ടെ ജ്ഞാനയോഗം, ക്രിയായോഗം, ഭക്തിയോഗം മുതലായിരിക്കുന്നതായ യോഗ സാധനകളിലൂടെയാണ് ഈശ്വര സ്വരൂപം പ്രകടമായി തീരുന്നത്, അനുഭവവേദ്യമായി തീരുന്നത്. പക്ഷേ അതിനായി ഉപയോഗിക്കുന്ന മാധ്യമങ്ങളുടെ ഭേദമനുസരിച്ച് ആ ഈശ്വരന്റെ പ്രകടഭാവത്തിന് ഭേദമുണ്ടാവുന്നു. അങ്ങനെ ഭേദമുണ്ടാവുമ്പോൾ 33 കോടി ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടാവുന്നു. യഥാർത്ഥത്തിലെല്ലാം ഒന്നു തന്നെ. യാനി ജാതാനി ജീവന്തി യം പ്രയന്തി അഭിസംവിശന്തീരി എന്നിങ്ങനെ യതോവാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി. ഈ പ്രപഞ്ചം മുഴുവൻ യാതൊന്നിൽ നിന്നുണ്ടായോ, യാതൊന്നിനാൽ നിലനിൽക്കുന്നുവോ, യാതൊന്നിലേക്കെല്ലാം വിലയം പ്രാപിക്കുന്നുവോ അങ്ങനെയുള്ള പരമതത്വമായിരിക്കുന്ന ആ വിഷ്ണു സ്വരൂപത്തെ ധർമ്മസ്വരൂപമായി അനുഭാവനം ചെയ്ത് ആ വിഷ്ണു നാമങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ ആ ഭാവനയിലേക്ക് ഉണർത്തുകയാണ് വിഷ്ണു സഹസ്രനാമം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കോധർമ്മ സർവധർമാണാം ഭവത പരമോ മതഃ. ഏതാണ് പരമമായിരിക്കുന്ന ധർമ്മം എന്നതായ ആ ചോദ്യത്തിന്റെ ഉത്തരമായി ഈ മഹത്തരമായിരിക്കുന്നതായ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനാണ്. ഏഷമേ സർവധർമാണാം ധർമ്മോധികതമോ മതഃ യത് ഭക്ത്യാ പുണ്ടരീകാക്ഷം സ്തവൈരർച്ചേത് നരസദാ. ഏത് സമയത്തും ആ പുണ്ടരീകാക്ഷനെ വേണ്ടതുപോലെ അർച്ചന ചെയ്യുക. അർച്ചനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ആ സ്തുതി എന്നുള്ളത് ക്രിയ തന്നെയാണ് എന്ന തത്വത്തെയാണ്. നാദത്തിന്റെ അടിസ്ഥാനം ചലനമാണെങ്കിൽ ചലനമാണ് ക്രിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമ ജപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ക്രിയ തന്നെയാണ്, യജ്ഞം തന്നെയാണ്. അങ്ങനെയുള്ളതായ യജ്ഞം എന്ന് പറയുന്നത് ജ്ഞാനത്തെ അനുഭവവേദ്യമാക്കുന്നതായ യാതൊരു തരത്തിലുള്ളതായ ചലനാത്മകതയുണ്ടോ, ശ്രദ്ധയോടുകൂടിയുള്ള ആ ചലനാത്മകത മനസ്സിനെ ഏകാഗ്രമാക്കി ഏതൊരു ഭാവത്തിൽ നമുക്ക് ഏതൊരു മാധ്യമങ്ങളിലൂടെ നമുക്ക് ഈശ്വരനെ അനുഭവിക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞുവോ ആ മാധ്യമങ്ങളെ വേണ്ടതുപോലെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയെയും യജ്ഞം എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ ഈ നാമജപം എന്ന് പറയുന്നത് ഒരു മഹായജ്ഞമായി പരിണമിക്കുന്നു. കാരണം അഗ്നിപുരാണം പറയുന്നു, ഏകശബ്ദ സുപ്രയുക്ത സമ്യജ്ഞാത സ്വർഗേ ലോകേ കാമധുഗ്ഭവതി എന്ന്. ഒരു വാക്ക് നന്നായി അറിഞ്ഞ് വേണ്ടതുപോലെ വേണ്ട സ്ഥലത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ സർവകാമനകളെയും നമുക്ക് സ്വാംശീകരിക്കാം എന്നാണ് അഗ്നിപുരാണം വർണ്ണിച്ചത്. അപ്പോൾ വാക്കിന്റെ ശക്തി അതാണ്. വാക്കെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉച്ചരിക്കുന്നതായ ശബ്ദങ്ങളല്ല. അത് പരാ പ്രത്യക് ചിതീരൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ. ആഭ്യന്തര പ്രയത്നം, ബാഹ്യപ്രയത്നം എന്നിങ്ങനെയുള്ള പ്രയത്നങ്ങളിലൂടെ ഈ നാഭിയുടെ അടിത്തട്ടിൽ നിന്ന് ഉണർന്നൊഴുകുന്നതായ വാക്കുകൾ പല രൂപങ്ങളെ മസ്തിഷ്കം ചിന്തിച്ച് പുറപ്പെടുവിക്കുന്നതാണ്. ഈ ബാഹ്യമായിരിക്കുന്ന ചുണ്ടിന്റെയും പല്ലിന്റെയും നാവിന്റെയും ഒക്കെ സ്പർശം കൊണ്ടും അതിന്റെ ആ സ്തംഭന ക്രിയകളെ കൊണ്ടും ഒക്കെ പുറത്തേക്ക് വരുന്നതാണ് നമ്മളൊക്കെ ഉച്ചരിക്കുന്നതായ വൈഖരി. പക്ഷേ പരാവാക്ക് എന്ന് പറയുന്നത് സദ്ഭാവനായുക്തമായിരിക്കുന്നതായ ധ്യാനാത്മകമായിരിക്കുന്ന ആ സൂക്ഷ്മമായ അനുഭവത്തെ പകർന്നു കൊടുക്കും വിധം ഉണർന്നൊഴുകുന്നതായ വാക്കിനെയാണ് ഇവിടെ ഈ വേണ്ടതുപോലെ ഉച്ചരിച്ചാൽ അത് നമുക്ക് സർവകാമനകളെയും ചുരത്തിത്തരും എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. അപ്പോൾ അത്തരത്തിലുള്ളതായ ആ നാമങ്ങളുടെ മഹത്തരമായിരിക്കുന്നതായ ഒരു വിഷ്ണു സ്വരൂപം, ഈശ്വര സ്വരൂപ ഭാവത്തിലുള്ളതായ ഒരു അർച്ചനയാണ്, യജ്ഞമാണ്. അതിലേക്കുള്ളതായ മനസ്സിനെ ഏകോപിപ്പിക്കുക എന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഈ സഹസ്രനാമ
ജപം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രകരണത്തിലെ മറ്റൊരു പ്രത്യേകത, കിം ജപൻ മുച്യതേ ജന്തു എന്നാണ് ചോദിച്ചത്. എന്ത് ജപിച്ചാലാണ് ജന്തുക്കൾ മുക്തരായി തീരുക എന്നാണ് ചോദ്യം. അവിടെ ജന്തു എന്ന വാക്കിന്റെ അർത്ഥം നാമജപാദികൾക്ക് കുലമഹിമയോ ജ്ഞാനപാരമ്പര്യമോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ്. ഏതൊരാൾക്കും ജപം, ആ ജപത്തിലേക്ക് ചേർന്ന് നിൽക്കാനുള്ളതായ സ്വാതന്ത്ര്യം, ഭക്തിരേവ സ്വതന്ത്രത. അപ്പോൾ ഭക്തിയാണ് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യമാണ്. ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും ഏത് തരത്തിലുള്ളതായ മാധ്യമങ്ങളിലൂടെയും ഈശ്വരനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ നാമം ജപിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രത്യേകമായിരിക്കുന്ന ഒരു സ്ഥാനത്തിന്റെയോ അംഗീകാരത്തിന്റെയോ മുദ്രയുടെയോ ഒന്നും ആവശ്യമില്ല. ഏതൊരാൾക്കും ജപിക്കാം. ഒരർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതം പറഞ്ഞു തരുന്ന പല കഥകളും ഈ തത്വത്തെ ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ്. അവിടെ ഗജേന്ദ്രസ്തുതിയിലൂടെ, ഗജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആനയാണ് സ്തുതിക്കുന്നത്. ആ ആനയുടെ സ്തുതിയിലൂടെ ഭഗവാൻ തുഷ്ടനായി ആ ആനയ്ക്ക് മോക്ഷം കൊടുത്തു എന്ന് കഥ പറയുമ്പോൾ മൃഗപക്ഷി ജാലങ്ങൾ എന്നുള്ള യാതൊരു ഭേദവുമില്ല. അപ്പോൾ ഇവിടെ ജപം എന്തിനോട്, ആര് ജപിക്കുന്നു? ജപിക്കുന്നത് നമ്മളെന്ന ഈ ശരീരമല്ല, നമ്മളെന്ന ഈ ജീവതത്വമാണ്. ഈ ഒരു ഭാവനയിലേക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കുമ്പോഴാണ് വിഷ്ണു സഹസ്രനാമം ജപയജ്ഞമായി പരിണമിക്കുന്നത്. ആ യജ്ഞം അതൊരു താതാത്മ്യ ഭാവ അനുഭവമാണ്. ഈ അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രകരണം വേണ്ടതുപോലെ മനസ്സിലാക്കി ആ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ തുടങ്ങുമ്പോൾ നാമം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നതായ രൂപകൽപ്പനകൾ. ആദ്യം ഞാൻ പറഞ്ഞ മത്സ്യാവതാര കഥയിലെ വളരെ മനോഹരമായിരിക്കുന്ന ഒരു ആവിഷ്കാരമുണ്ട്. ആ മത്സ്യമൂർത്തിയായ ഭഗവാൻ ആദ്യം സത്യവ്രതന്റെ കൈക്കുമ്പിളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൈക്കുമ്പിളിലെ ജലത്തോളം വ്യാപ്തി ഉണ്ടായിരുന്നു. കമണ്ടലുവിലിട്ടപ്പോൾ കമണ്ടലുവോളം വലുതായി, പിന്നീട് കുളത്തിലിട്ടപ്പോൾ കുളത്തോളം വലുതായി, തടാകത്തിലിട്ടപ്പോൾ തടാകത്തോളം വലുതായി, പുഴയിലിട്ടപ്പോൾ പുഴയോളം വലുതായി, പിന്നെ സമുദ്രത്തിലിട്ടപ്പോൾ സമുദ്രത്തോളം വലുതായി നിൽക്കുന്നതായ മത്സ്യമൂർത്തിയെ അവിടെ അവതാര കഥയായി വർണ്ണിക്കുമ്പോൾ ഈ മത്സ്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിന്റെ സ്വഭാവ സവിശേഷതയെയാണ് അവിടെ പകർന്നു തരുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ മനസ്സിലാണ് സ്മൃതി ഉണ്ടാവുന്നത്. അങ്ങനെ മത്സ്യമൂർത്തി സത്യവ്രതന് ആ പ്രളയ കാലഘട്ടത്തിൽ ഭൂമിയാകുന്ന നൗകയെ അനന്തനാകുന്ന കയറുകൊണ്ട് വലിച്ചപ്പോൾ ചൊല്ലിക്കൊടുത്തതായ ആ മഹത്തരമായിരിക്കുന്ന ഉപദേശങ്ങളാണ് സ്മൃതിയായി പരിണമിച്ചത് എന്ന് പറയുന്നു. മനസ്സാണ് സ്മൃതിയുടെ ഇടം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതായ ഈ പ്രപഞ്ച ആവിർഭാവ സമയത്ത് തന്നെ പ്രപഞ്ചബോധത്തിൽ ഉണർന്നതായ പരസ്പര വ്യവഹാരത്തിന് വേണ്ടിയുള്ളതായ അറിവുകളാണ്. ആ അറിവ് എന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന നൈസർഗികമായിരിക്കുന്ന ജ്ഞാനമാണ്. ഈ നൈസർഗിക ജ്ഞാനത്തെയാണ് അവിടെ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചത്. അല്ലാതെ മനുസ്മൃതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രന്ഥമല്ല. അത് ഈ പറയുന്ന ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും അതുപോലെ തന്നെ ഉപനിഷത്തുകളിലും ഒക്കെ വ്യാപിച്ച് കിടക്കുന്നതായ അതിമഹത്തരമായിരിക്കുന്ന ഈ പ്രപഞ്ചബോധത്തിന്റെ നൈസർഗികമായ താളത്തിലേക്ക് ജീവവിശേഷങ്ങളെ അത്ഭുതത്തോടുകൂടി നോക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതായ ജീവിത വ്യവഹാരങ്ങളെ കുറിച്ചുള്ളതായ ഉണർത്തുപാട്ടാണ് സ്മൃതി എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ളതായ ആ മഹത്തരമായിരിക്കുന്ന ഈ മനസ്സിന്റെ ശക്തിയെ എങ്ങനെ വിനിയോഗിക്കണം എന്ന് നമ്മുടെ പൂർവികർക്ക് വേണ്ടതുപോലെ അറിയാമായിരുന്നു. അതിനുവേണ്ടി നമുക്ക് പകർന്നു തന്ന ഉപാസനാ പദ്ധതി കൂടിയാണ് ഈ വിഷ്ണു സഹസ്രനാമം ജപം എന്ന് പറയുന്നത്. ജപം എന്ന വാക്കിന് അത്ര തന്നെ അർത്ഥതലങ്ങളുണ്ട്. നമ്മൾ ധർമ്മസ്വരൂപത്തെയാണ് നാമം കൊണ്ട് പ്രകീർത്തിക്കുന്നത്. ആ ധർമ്മസ്വരൂപം ഭഗവാൻ തന്നെ. അങ്ങനെയുള്ളതായ ഭഗവാന്റെ ഓരോ നാമങ്ങളും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ വിശ്വം എന്ന് പറയുന്നതായ പരമപുരുഷഭാവത്തിലുള്ള പുരുഷസൂക്തത്തിൽ പറയുന്നതായ ഈ പ്രപഞ്ചമായി സ്വയം പരിണമിച്ച ആ ബ്രഹ്മതത്വത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്നതാണ്. അങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നാം ചൊല്ലുന്നതായ നാമങ്ങളിലൂടെ ഭാവന ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇത് അഷ്ടാംഗയോഗ പദ്ധതി കൂടിയാണ് എന്നതിൽ ഒരു സന്ദേഹവുമില്ല. അഷ്ടാംഗയോഗ പദ്ധതി എന്ന് പറഞ്ഞാൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെയുള്ള 8 മാർഗങ്ങളിലൂടെ നമുക്ക് എങ്ങനെയാണ് മനസ്സിനെ
നമ്മുടെ ഈ പറയുന്നത് ഈശ്വരീയമായിരിക്കുന്ന ഭാവത്തിലേക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുക, ആത്യന്തികമായി സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. സാക്ഷാത്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധിയാണ്. സമാധി എന്ന് പറഞ്ഞാൽ സമഭാവനയാണ്. സർവ്വജീവജാലങ്ങളോടും സമഭാവനയോടുകൂടി വർത്തിക്കാൻ സാധിക്കണമെങ്കിൽ ഈ തത്വത്തെ നമ്മൾ വേണ്ടതുപോലെ ഭാവന ചെയ്യണം. ഏത് തത്വത്തെ? സ്വയം പ്രപഞ്ചമായി പരിണമിച്ചത് ഈശ്വരനാണ് എന്നും ആ പത്മനാഭസ്വാമി തന്നെയാണ് വിഷ്ണു. ആ വിഷ്ണു നാമങ്ങളിലൂടെ ഓരോ നാമം ചെല്ലുമ്പോഴും ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതുമായ സർവ്വതും ഈശ്വരനാണ് എന്ന ആ ഭാവന നിരന്തരം നമ്മൾ പരിശീലിക്കുകയാണ്. ഈ ഭാവന പരിശീലിക്കുമ്പോൾ നാം അറിയാതെ നമ്മിൽ ഭക്തർക്ക് വേണ്ടതായ ഗുണങ്ങളെല്ലാം ഉണ്ടായി വരുന്നു. ഭക്തർക്ക് വേണ്ട ഗുണങ്ങളിൽ അടിസ്ഥാനമായിരിക്കുന്ന ഗുണം എന്ന് പറയുന്നത് സർവഭൂത ദയാഭാവമാണ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സർവഭൂത ദയാഭാവം, എല്ലാ ഭൂതജാലങ്ങളോടും ദയയോടുകൂടി വർത്തിക്കുവാനുള്ളതായ ആ മനോഭാവം ഇത് ഉണ്ടായി വരുന്നു. ഇത് ഉണ്ടായി വരുമ്പോൾ എല്ലാറ്റിനോടും എന്തെന്നില്ലാത്ത സ്നേഹഭാവം നമുക്ക് പ്രകടമാകുന്നു. ആ എല്ലാറ്റിനോടുമുള്ള സ്നേഹഭാവം ഒരിക്കലും ബന്ധനമല്ല. ഏതെങ്കിലും പ്രത്യേകമായിരിക്കുന്ന ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിലേക്കോ ഈ സ്നേഹഭാവം ചുരുങ്ങുമ്പോഴാണ് അത് കർമ്മബന്ധനമായി തീരുന്നത്. ഈ സ്നേഹഭാവം സർവ്വവ്യാപക ഭാവമായി തീരുമ്പോൾ അത് യോഗീശ്വരന്മാരുടെ ഹൃദയം പോലെയായി തീരുന്നു. രമന്തേ യോഗിനാം രാമ എന്ന് രാമനെ വിശേഷിപ്പിച്ചപ്പോൾ ആ രാമന്റെ ജീവിതത്തെ കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ അതിന്റെ അർത്ഥം വ്യക്തമാവും. രാമൻ പുറപ്പെട്ടു പോകുന്ന സമയത്ത്, കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആദ്യമായി കണ്ട കാട്ടാളനെ സന്തോഷത്തോടുകൂടി ആലിംഗനം ചെയ്തു. ആ രാമന്റെ മാറിടത്തിലേക്ക് പിന്നീട് ജടായു എന്ന പക്ഷിയാണ് ഉൾച്ചേർന്നത്. ആ മാറിടത്തിൽ കിടന്നുകൊണ്ടാണ് ജടായു എന്ന പക്ഷി ആനന്ദത്തോടുകൂടി പ്രാണൻ വേർപെടുന്നത്. ആ രാമന്റെ മാറിടത്തിലേക്ക് വാനരന്മാരായിരിക്കുന്ന ഹനുമാനും സുഗ്രീവനും എല്ലാവരും ചേർന്നു. ആ ശബരി ആ രാമന്റെ മഹത്തരമായിരിക്കുന്ന പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ആ രാമന് വേണ്ടതുപോലെ ആതിഥ്യം കൊടുത്തുകൊണ്ട് സായുജ്യം പ്രാപിച്ചു. അങ്ങനെ രാമൻ സ്നേഹം കൊണ്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തിയവരിൽ പക്ഷികളും ഉണ്ടായിരുന്നു, മനുഷ്യരും ഉണ്ടായിരുന്നു, വിഭീഷണൻ എന്ന രാക്ഷസനും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജടായു എന്ന പക്ഷിയെ പോലെ തന്നെ കാട്ടാളനായ ഗുഹനും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അതുകൊണ്ടാണ് രാമനെ സമാധി ഗുണവാൻ എന്ന് വിളിക്കുന്നത്. ഈ സമാധി ഗുണമാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായിരിക്കുന്നതായ ഏതെങ്കിലും മോക്ഷപ്രാപ്തിയെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് മാത്രമല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സർവചരാചരങ്ങളോടും ഈ സമാനഭാവം നമുക്ക് ഉണരണം. അത് ഉണരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണരാൻ ഈ പ്രപഞ്ചം തന്നെ സ്വയം ഈശ്വരൻ എന്ന ആ ഭാവം, ഈശാവാസ്യമിദം സർവം എന്ന ഉപനിഷത്ത് തത്വം നമുക്ക് അനുഭവത്തിൽ വരണം. അനുഭവത്തിൽ വരണമെങ്കിൽ നിത്യമായിരിക്കുന്നതായ ജപാദികളിലൂടെയും ഭാവനാദികളിലൂടെയും അല്ലാതെ മറ്റൊന്നുകൊണ്ടും സാധിക്കുകയില്ല. ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്കുള്ള ഗുണം? ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിഷ്ണു സഹസ്രനാമ ജപത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞ് ഒരു 60 വയസ്സ് കഴിഞ്ഞ് ഇരിക്കുന്നവരായിരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഉപാസിക്കാനുള്ള ഒരു മാർഗമാണ് ഭാഗവതം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമാദികളാകുന്നതായ പല മന്ത്ര അല്ലെങ്കിൽ നാമ ജപാദികളും എന്നൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, അങ്ങനെയല്ല. കുട്ടിക്കാലം മുതലേ ഇതിനെ ഉപാസിക്കുന്നതിലൂടെ നമുക്ക് വാക്കുണരുന്നു. നേരത്തെ പറഞ്ഞതായ സത്യമായ വാക്കുണരുന്നു. പതുക്കെ ഭാവനാപരമായി ഈ ഈശ്വരീയമായിരിക്കുന്ന അനുഭവത്തിലേക്ക് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങളിൽ പ്രകടമായിരിക്കുന്നതായ സ്നേഹഭാവം ഉണരുന്നു. അങ്ങനെ നമ്മുടെ വാക്ക്, നമ്മുടെ ബുദ്ധി തെളിയുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ധർമ്മ അർത്ഥ കാമാദികളൊക്കെ വ്യാസൻ ആഗ്രഹിച്ചതുപോലെ ധർമ്മത്തിൽ അടിയുറച്ച് നേടാനും അതിലൂടെ മുക്തി അവസ്ഥയെ പ്രാപിക്കാനും സാധിക്കും. എന്തായി മുക്തി അവസ്ഥ? മുക്തി അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃത്യുഞ്ജയത്വമാണ്. മൃത്യുവിനെ ഭയമില്ലാത്ത അവസ്ഥ, നിർഭയത്വം എന്ന് പറയുന്നതാണ് മുക്തി അനുഭവം. ജനന മരണങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുന്ന അവസ്ഥ. ഈ പലപ്പോഴും നമ്മൾ പുരാണങ്ങൾ വായിച്ച് കേട്ടിട്ടുള്ളത് ഈ ഈശ്വരോപാസനയുടെ ഭക്തിമാർഗത്തിന്റെ അവസാന തലം എന്ന് പറയുന്നത് ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്തൊരവസ്ഥയെ പ്രാപിക്കലാണ് എന്നാണ്. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജനിക്കില്ലാന്നോ ഒരിക്കലും മരിക്കില്ലാന്നോ എന്നല്ല അതിന്റെ അർത്ഥം. ജനന മരണം എന്ന് പറയുന്നത് ബാഹ്യമായിരിക്കുന്നതായ പരിണാമ പ്രക്രിയ മാത്രമാണെന്നും കാരണം സാക്ഷാൽ ജയവിജയന്മാർ തന്നെ വൈകുണ്ഠത്തിലെ കാവൽക്കാരായ ജയവിജയന്മാർക്ക് തന്നെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായും രാവണനും കുംഭകർണനുമായും ഗന്ധഭക്തനും ശിശുപാലനുമായും ഒക്കെ ജനിക്കേണ്ടി വന്നു. അവര് ജനിച്ചപ്പോഴോ വൈകുണ്ഠപ്രഭുവായ ഭഗവാൻ തന്നെ മത്സ്യകൂർമ്മ വരാഹ നരസിംഹവാമന പരശുരാമ ബലരാമ ശ്രീരാമ ശ്രീകൃഷ്ണ കൽക്യാദ്യ അവതാരങ്ങൾ എടുത്തു. ഇവിടെ അനവധി തരത്തിലുള്ള ലീലകളാടി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശ്വരൻ തന്നെ ജനിക്കുകയും ഇതുപോലെ തന്നെ നമ്മുടെ ഭാഷയിൽ മരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നമ്മളെ പോലെയുള്ള ആളുകള്
ജനനവും മരണവും ഇല്ലാത്തതായ ഒരു അവസ്ഥയുണ്ട് എന്ന് ചിന്തിക്കുന്നത് തന്നെ എത്രത്തോളം അബദ്ധജടിലമാണ്. അപ്പോൾ മോക്ഷം എന്ന വാക്കിന് മറ്റൊരർത്ഥതലം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേദാന്ത ചിന്തകളിലൂടെ കടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപനിഷത്തുകളിലെ വ്യാഖ്യാനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴോ നമുക്കത് പൂർണ്ണമായി അനുഭവപ്പെടണമെന്നില്ല. കാരണം അതൊക്കെ വെറും വായനകളോ ചിന്തകളോ മാത്രമായി പരിണമിക്കുന്നു. ഇത് നമ്മൾ നിരന്തരമായിരിക്കുന്നതായ ഭക്തിഭാവത്തിലൂടെയുള്ള ജപധ്യാനാദികളിലൂടെ ആ ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിങ്ങനെ 9 പടികളിലൂടെ ആ ഭക്തിഭാവത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മുക്തി എന്താണെന്ന്. കാരണം ഭാഗവതത്തിലെ പൃഥുചക്രവർത്തിയും വൃത്രാസുരനും ഒക്കെ പ്രാർത്ഥിച്ചത് വേണ്ട ഭഗവാനെ, മോക്ഷം വേണ്ട ഭഗവാനെ, ലോകാധിപത്യം വേണ്ട ഭഗവാനെ എന്നിങ്ങനെയാണ്. ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. കാരണം മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനം, മരണം എന്നിവ ഇല്ലാത്ത അവസ്ഥ എന്നല്ല, ജനനം, മരണം എന്നിവ നമ്മളെ ബാധിക്കാത്ത അവസ്ഥ. നമ്മൾ ഏത് രൂപങ്ങളെടുത്താലും നമ്മളെ ജനനമോ മരണമോ രോഗാദികളാകുന്ന ദുഃഖങ്ങളോ കർമ്മബന്ധങ്ങളാകുന്ന ദുഃഖങ്ങളോ അനുഭവിക്കാതെ ഈശ്വരേച്ഛാസ്വരൂപമായിരിക്കുന്ന ശരീരത്തെ വേണ്ടതുപോലെ ഭഗവാൻ ആടിക്കുന്ന ആട്ടമായി സ്വയം അനുഭവിച്ച് ആടാനുള്ളതായ ആ ഉൽപ്പതിഷ്ണുത്വം നമ്മുടെ ഉള്ളിൽ, ആ സമാധിഭാവം, ആ മുമുക്ഷുത്വഭാവം അത് നമ്മളിൽ വന്നു ചേരുന്നു. ഇങ്ങനെയുള്ളതായ ആ അനുഭവത്തിൽ വന്നു നിൽക്കുമ്പോൾ കാലം, ദേശം ഇതിനൊക്കെ അതീതമായിരിക്കുന്നതായ ഒരു അനുഭവം നമുക്കുണ്ടായി വരുന്നു എന്ന ആ തത്വത്തെയാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പറയുന്നതായ വിഷ്ണു സഹസ്രനാമ ജപം എന്ന് പറയുന്നത് കുറെ പ്രായമായി നമ്മുടെ ജീവിതത്തിലെ ഒക്കെ വിശ്രമ ജീവിതത്തിൽ നമുക്ക് ആനന്ദിക്കാൻ വേണ്ടി ഉപാസിക്കേണ്ട ഒന്നല്ല. ജനിച്ചു വീണ് അക്ഷരമുരിയാടാൻ തുടങ്ങുന്ന കുട്ടികൾ പോലും ഇത് ജപിച്ചു കഴിഞ്ഞാൽ ആ നാവിന്റെ ഉണർച്ച, ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്ന നാമങ്ങൾ, ആ ഭാവനകളിലൂടെ ഈ നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാം പോലും അറിയാതെ ആ ഈശ്വര സാക്ഷാത്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങൾ, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ളതായ പ്രതിസന്ധി ഘട്ടങ്ങളിലും ധർമ്മത്തോട് ചേർന്ന് നിൽക്കാനുള്ളതായ ആത്മധൈര്യം എന്നിവയൊക്കെ നമുക്ക് ഉണ്ടായി വരുന്നു. ഈ ആത്മധൈര്യത്തിന് വേണ്ടി സത്യം പറയാൻ ധൈര്യം വേണം, നുണ പറയാൻ ഒരു ധൈര്യവും വേണ്ട. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ളതായ വസ്തുക്കളോ വ്യക്തികളോ നമ്മളെ സ്വാധീനിക്കുകയും നമ്മളെ ഏതെങ്കിലും തരത്തിൽ പ്രലോഭിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി ഉണ്ടാവുക എന്നത് ഏതൊരു കൊച്ചുകുട്ടിയെയും പരിശീലിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ പരിശീലനം കൂടിയാണ് ഇത്തരത്തിലുള്ളതായ ജപാദികൾ. ഇങ്ങനെയാണ് വിഷ്ണു സഹസ്രനാമം ധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പരമമായി ധർമ്മമായി മാറുന്നത്. ആ ജപയജ്ഞം ധർമ്മമായി തീരുന്നത് നമ്മുടെ ഒക്കെ സാധാരണക്കാരുടെ ഒക്കെ ജീവിതത്തെ ധർമ്മം ചെയ്യാനുള്ളതായ ധൈര്യത്തോടുകൂടി ജീവിതത്തെ നേരിടാനുള്ളതായ സത്യസന്ധമായിരിക്കുന്നതായ പ്രവൃത്തികളിലൂടെ ജീവിതത്തെ ആനന്ദകരമാക്കുവാനായ ഒരു ആത്മശക്തി പകർന്നു തരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷ്ണു സഹസ്രനാമ ജപം ധർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നത്. പിന്നെ മറ്റൊന്ന്, കൃതയുഗം, ത്രേതായുഗം, കലിയുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നിങ്ങനെ ഓരോ യുഗകൽപ്പനകൾ പറയുമ്പോൾ കലിയുഗത്തിൽ കീർത്തനമാണ്, സങ്കീർത്തനമാണ്, കേശവ കീർത്തനമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പോൾ കേശവ കീർത്തനമാണ് എന്ന് പറയുമ്പോൾ കീർത്തിച്ചാൽ, നാമം ജപിച്ചത് കൊണ്ട് മാത്രം മുക്തി കിട്ടും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. കലികാലമായി കഴിഞ്ഞാൽ ഏത് ക്രിയയാണെങ്കിലും ഏത് തരത്തിലുള്ളതായ ഉപാസനയാണെങ്കിലും അത് നാമജപത്തോടുകൂടി ഹൃദയശുദ്ധി വരുത്തിക്കൊണ്ട് വേണം ചെയ്യാൻ എന്നാണ്. നാമജപം എന്ന് പറഞ്ഞാൽ ഭാവനകളെ ആനന്ദാനുഭൂതിയിലേക്ക് നയിക്കുന്ന ഒന്നാണ്. അപ്പോൾ മനസ്സിനെ സദ്ഭാവനകളിലേക്ക് നയിക്കുന്ന നാമജപത്തോടു കൂടി വേണം നമ്മൾ എല്ലാ ക്രിയാംഗങ്ങളായാലും പൂജകളായാലും ഉപാസനകളായാലും ചെയ്യാൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ വിഷ്ണു സഹസ്രനാമ ജപം യഥാർത്ഥത്തിൽ ഒരു ഉപാസനയാണ്. ആ ഉപാസന യജ്ഞമായി മാറുന്നു. ആ യജ്ഞം എങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നത്, നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നത്, ഇതൊക്കെ വേണ്ടതുപോലെ നമുക്ക് പകർന്നു തന്നിരിക്കുന്നു. ഈ ആദ്യത്തെ പ്രകരണത്തിലെ ഭീഷ്മർ, യുധിഷ്ഠിരൻ എന്ന 2 കഥാപാത്രങ്ങളിലൂടെ തന്നെ വ്യാസൻ ഇതിന്റെ എല്ലാ തത്വങ്ങളെയും നമുക്ക് പകർന്നു തരികയാണ്. കാരണം വിഷ്ണു സഹസ്രനാമത്തിന്റെ ഈ മാഹാത്മ്യം കേൾക്കുന്നത് യുധിഷ്ഠിരനാണ്. ആ യുധിഷ്ഠിരൻ ധർമ്മപുത്രനാണ്.
ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടവനാണ്. ഏത് സമയത്തും ധൈര്യം കൈവിടാതെ ആരൊക്കെ തന്നെ ഏതൊക്കെ തരത്തിൽ കുറ്റപ്പെടുത്തിയാലും ഏതൊക്കെ തരത്തിൽ തനിക്ക് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ ചുറ്റുപാടും ഉണ്ടായാലും അപ്പോഴൊന്നും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിലകൊണ്ട വ്യക്തിയാണ് ധർമ്മപുത്രർ അഥവാ യുധിഷ്ഠിരൻ. പറഞ്ഞു കൊടുക്കുന്നയാളോ ഭീഷ്മരാണ്. ഭീഷ്മരാരാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് വിഷ്ണു സഹസ്രനാമത്തിന്റെ ആ മൂലസ്രോതസ് എവിടെ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഭീഷ്മർ യഥാർത്ഥത്തിൽ ഗംഗാപുത്രനാണ്, ഗംഗയുടെ മകനാണ്. ഗംഗയോ ആകാശത്തിൽ നിന്ന് സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ തിരുജടയിലൂടെ ത്രിപഥകയായി ഒഴുകി സപ്ത വഴികളായി ജാഹ്നവിയായി ഗൗതമിയായി അങ്ങനെ ഭാഗീരഥിയായി ഒഴുകിപ്പരന്ന ഭാരതത്തിന്റെ ഹൃദയത്തെ മഹത്തരമായ സംസ്കൃതികളെ കൊണ്ട് തളിർപ്പിച്ച പുണ്യനദിയാണ് ഗംഗ. ആ ഗംഗയുടെ മകനാണ് ഭീഷ്മർ. ആ ഭീഷ്മരുടെ 200 വർഷത്തെ ചരിത്രമാണ് മഹാഭാരതം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റു പറയാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഭീഷ്മരോ ഇപ്പോൾ കിടക്കുന്നത് ശരശയ്യയിലാണ്. പരസ്പരം പ്രതികാര ബുദ്ധിയോടുകൂടി യുദ്ധം ചെയ്ത് സ്വന്തം തലമുറകളുടെ തന്നെ രക്തം ചീറ്റിയൊഴുകിയ മണ്ണിൽ ആ ഭീഷ്മരുടെ ദേഹം തട്ടി അശുദ്ധമാകരുതെന്ന് കരുതിയിട്ടായിരിക്കണം വ്യാസഭഗവാൻ ഇങ്ങനെ ഒരു രംഗം നമുക്ക് കാണിച്ചു തന്നത്. ആ അർജുനന്റെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ പ്രാണൻ ഉപേക്ഷിക്കുമ്പോൾ ആ ഭഗവാനെ തന്നെ മനസ്സിൽ ചേർത്ത് വെച്ച് പ്രാണനെ ഉപേക്ഷിക്കണം എന്ന് ആഗ്രഹിച്ചു കിടക്കുന്നു. അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിന്റെ ആ പരമമായ ലക്ഷ്യം കൂടി നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും പശികെടും വ്യസനങ്ങൾ തീരും, നാവിൻ ഉണർച്ച വരും ഏറ്റവും അന്ത്യകാലെ ഗോവിന്ദപാദകമരങ്ങൾ തെളിഞ്ഞു കാണാം എന്ന ആ ലളിതമായിരിക്കുന്ന നമ്മുടെ മുതുമൊഴിയിലെ മനോഹരമായ ആശയമാണ് പാർത്ഥസാരഥേ എന്ന് വിളിച്ച് ആ പ്രാണനെ ഭഗവാനിലേക്ക് തന്നെ ചേർത്ത് നിർത്തി ആ ഭീഷ്മര് ദേഹം പരിത്യജിക്കുമ്പോൾ തനിക്ക് മാത്രമല്ല ആ പുണ്യം കിട്ടേണ്ടത്, ആ രഹസ്യം മനസ്സിലാകേണ്ടത് എന്ന് കരുതി അത് യുധിഷ്ഠിരനിലൂടെ ലോകത്തിന് മുഴുവൻ ഉപദേശിച്ചു കൊടുത്തു. ഭഗവാൻ സനാതന സ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു, സർഗസ്വരൂപനായ ഭഗവാൻ. സഹസ്രനാമത്തിലെ 159ാമത്തെ നാമമാണ് സർഗായ നമ എന്നത്. ആ സഹസ്രനാമത്തിലെ 48ാമത്തെ നാമമാണ് പത്മനാഭായ നമ എന്നത്. 39ാമത്തെ നാമമാണ് ആദിത്യായ നമ എന്നത്. ആദിത്യൻ ലോകത്തിന്റെ മുഴുവൻ സാക്ഷിയായി വിരാജിക്കുന്നു. ഓരോ ജീവന്മാരും ഓരോരോ ശരീരങ്ങളെ പ്രാപിച്ച് ആ ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെ കണ്ടുകൊണ്ട് അതിനൊക്കെ സാക്ഷിയായി വർത്തിക്കുന്ന ആ ആദിസ്വരൂപനായിരിക്കുന്ന ആദിത്യനും ഭഗവാൻ തന്നെ. സൂര്യ ആത്മാധികൃത് ഖരി എന്ന് ശ്രീമദ് ഭാഗവതം. സൂര്യ ആ മഹത്തരമായിരിക്കുന്ന സൂര്യൻ ലോകത്തിന്റെ മുഴുവൻ കണ്ണായിരിക്കുന്നു. ആ ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അതാ നമുക്ക് പ്രത്യക്ഷ ദർശനം തരുന്നു എന്ന ആ തത്വത്തെ ആദിത്യനാമം കൊണ്ട് സൂചിപ്പിക്കുമ്പോൾ ആ ഭഗവാൻ സ്വയം ഈ പ്രപഞ്ചമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂതഭവ്യ ഭവത്പ്രഭുവാണ് ആ ഭഗവാൻ എന്നുള്ള തത്വത്തെ സർഗായ നമ എന്ന 159ാമത്തെ ശ്ലോകം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ 48ാമത്തെ നാമം പത്മനാഭായ നമ എന്നാണ്. ഈ പ്രപഞ്ചമാകുന്നതായ പത്മം വിടർന്നത് ആ പത്മം ഭഗവാന്റെ ഭാവനയാണ് എന്നും ആ ഭാവനാത്മകമായ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതായ സർവചരാചരങ്ങളും അനന്തകോടി നക്ഷത്രങ്ങളും അവയ്ക്ക് പാറാവുകാരായ സൂര്യചന്ദ്രന്മാരും പുഴകളും പർവ്വതങ്ങളും മഞ്ഞും മഴയും പക്ഷി മൃഗജാലങ്ങളും ഞാനും നീയും അഹം ബ്രഹ്മാസ്മി തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ എന്നുള്ള ഭാവനയിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണം സത്യം അതാണ് ആ ഭഗവാൻ എന്നുള്ള തത്വത്തെ പത്മനാഭ നാമം കൊണ്ടും നമുക്ക് അർത്ഥം പകർന്നു തരുമ്പോൾ നമ്മൾ വിഷ്ണു സഹസ്രനാമത്താൽ ചേർന്ന് നിൽക്കുന്നത് ഈ പ്രപഞ്ച രഹസ്യത്തിലേക്കാണ്. അങ്ങനെയുള്ള രഹസ്യത്തിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ് ഓരോ വിഷ്ണു സഹസ്രനാമ ജപയജ്ഞങ്ങളും. നാമത്തിന്റെ ഓരോ നാമത്തോണിയും നമ്മളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ ഒരു സന്ദേഹവുമില്ല. ഒരർത്ഥത്തിൽ വിഷ്ണു സഹസ്രനാമ ജപം ഒരു പ്രാണായാമം കൂടിയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് വേദക്രിയായോഗ തപസ്സമാധിഭിഹി, വേദം യാഗക്രിയാദികൾ ഇതിനൊന്നും അറിവില്ലാത്തവരായ, ഇതിനൊന്നും സാഹചര്യം കൊണ്ടോ പല കാരണങ്ങളെ കൊണ്ടോ അതൊന്നും അനുവർത്തിച്ച് ആ ആത്യന്തികമായ ശ്രേയസ് നേടാൻ സാധിക്കാത്തവരായ സാധാരണക്കാരായ ആളുകൾക്ക് കൂടി വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് പറയാറുണ്ട് ഭാഗവതം. അതേപോലെ
ആ ഭഗവത് സ്വരൂപമായിരിക്കുന്ന വിഷ്ണു സഹസ്രനാമവും സാധാരണക്കാരായ ആളുകൾക്ക് യാതൊരു തരത്തിലും സംശയമില്ലാതെ ആ പ്രാണായാമാദികളാകുന്ന അഷ്ടാംഗയോഗ മാർഗങ്ങളിലൂടെ യാതൊരു സമാധിഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ, ആ എത്തിച്ചേരലിലൂടെ യാതൊരു സത്യത്തിൽ നിലകൊണ്ട് ധർമ്മ ജീവിതം നയിക്കാൻ സാധിക്കുമോ, അതിനുള്ള ഉപദേശം, അതിനുള്ളതായ ആ യജ്ഞം തന്നെയാണ് സഹസ്രനാമ ജപം പ്രാണായാമമായി തീരുന്നത്. വിഷ്ണു വഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന എന്നിങ്ങനെ നാം ജപിക്കുമ്പോൾ കൃത്യമായ താളത്തിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസ പ്രക്രിയകൾ വേണ്ടതുപോലെ താളാത്മകമാകുന്നു. ജപിക്കുന്ന വ്യക്തിയുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ സ്വഭാവത്തിന്റെയും ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെയും അനുസരിച്ച് അത് ജപിച്ച് ആ പ്രാണായാമ പ്രക്രിയ കൂടി നമ്മൾ പൂർത്തിയാക്കുന്നു. അതോടൊപ്പം അത് പതുക്കെ അതിന്റെ അർത്ഥങ്ങളെ മനനം ചെയ്ത് ആ മനന പ്രക്രിയയിലൂടെ അത് സ്മരണമായി, അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു സംസ്കാരമായി രൂപപ്പെടുമ്പോൾ എപ്പോൾ ജപിക്കുമ്പോഴും നാം പോലും അറിയാതെ ധാരണാത്മകമായി അത് ധ്യാനമായി പരിണമിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം എന്ന് കപില മഹർഷി ഉപദേശിച്ചതുപോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായ സഹസ്രശീരുഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വാതിഷ്ഠദശാങ്കുലം പുരുഷയേവേദം സർവം. ആ പുരുഷൻ പരമപുരുഷനായി പ്രപഞ്ചമായി നമുക്ക് ചുറ്റുമുള്ളതായ പ്രകൃതിയായി നിറഞ്ഞു നിൽക്കുന്നു എന്ന ആ തത്വഭാവത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാൻ ഈ വിഷ്ണു സഹസ്രനാമ ജപം പരിശീലനം നൽകുന്നു. അതുകൊണ്ട് കോധർമ്മ സർവധർമാണാം ഭവത പരമോ മതഃ എന്ന് ഭീഷ്മരോട് യുധിഷ്ഠിരൻ ചോദിച്ചതുപോലെ ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിലും ഞാനും അത് തന്നെ പറയും. ഈ വിഷ്ണു സഹസ്രനാമ ജപം അത് പരമമായ ധർമ്മം തന്നെ. കാരണം ആ ധർമ്മസ്വരൂപമാണ് ഭഗവാൻ. ആ ധർമ്മമാണ് ആ ഭഗവൻ നാമങ്ങളിലൂടെ നമ്മൾ ഭാവന ചെയ്യുന്നത്. ആ ഭാവനയിലൂടെ നമുക്കും ധർമ്മത്തിൽ അടിയുറച്ച് നിലകൊണ്ടുകൊണ്ട് നല്ല വാക്കുച്ചരിക്കാനും സമൂഹത്തോടും പ്രകൃതിയോടും നല്ല വ്യവഹാരങ്ങളിലൂടെ നമുക്ക് നമ്മളെ തന്നെ പകർന്നു കൊടുക്കാനും സ്വയം ഒരു ഭിക്ഷാന്തേഹിയാവാനല്ല, ഭിക്ഷ കൊടുക്കുന്നവനാകാനല്ല, ഭിക്ഷാപാത്രമാവാനല്ല, സ്വയം ഒരു ഭിക്ഷയായി തീരാൻ, സ്വയം ഒരു യജ്ഞമായി തീരാൻ, സ്വയം ആ ഈശ്വരനിലേക്കുള്ള ആത്മബലിയായി തീരാൻ നമുക്ക് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ഉത്കർഷം ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള ആ മഹത്തരമായിരിക്കുന്ന ജപതത്വത്തെ ഉപദേശിച്ചു കൊടുത്ത ആ ധർമ്മപുത്രര് യഥാർത്ഥമായിരിക്കുന്ന തീർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു രംഗം കൂടി മഹാഭാരതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ആ തീർത്ഥത്തിലേക്ക് ഞാനിതാ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടെ വന്ന് നമുക്ക് ഒരുമിച്ച് സ്നാനം ചെയ്ത് ഈ ഭാഗർത്ഥ പ്രദക്ഷിണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതാണ് ആ തീർത്ഥം? ആ ആത്മതീർത്ഥം. വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന തീർത്ഥത്തെക്കുറിച്ച് അതാ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്നു. ആത്മാ നദി സംയമതോയ പൂർണ സത്യഹ്രദാശീലതടാ ദയോർമിഹി തത്രാവഗാഹം കുരു പാണ്ഡുപുത്ര നവാരിണാശുദ്ധ്യരിചാന്തരാത്മാ. ഏതാണ് ആ പുണ്യതീർത്ഥം? ആത്മാവാണ് ആ നദി. ആത്മാവാകുന്ന നദിയിലെ ജലമാകട്ടെ സംയമമാണ്. നാം നേരത്തെ പറഞ്ഞ അഹിംസ, സത്യം, അസ്തേയം എന്നിവയിൽ ചേർന്ന് നിൽക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുന്ന നിയമാദികളിലൂടെ നാം ഏതൊരു തരത്തിൽ നമ്മുടെ മനസ്സിനെ ആ സംയമ ഭാവത്തിലാക്കുന്നുവോ ആ ജലം നിറഞ്ഞ ആത്മാവാകുന്ന നദി, ആ നദിയുടെ ആ തടങ്ങൾ അത് യഥാർത്ഥത്തിൽ ശീലമാണ്. നമ്മളിങ്ങനെ നമ്മുടെ സംയമ ഭാവത്തോടുകൂടി നമ്മൾ നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മനസ്സിനെ പരിപക്വമാക്കുമ്പോൾ അതിനെ നിലനിർത്തുന്നത് ശീലമാണ്. ശീലമാകുന്നതായ തടം ആ നദിയുടെ തടമാണ്. ആ ശീലമാകുന്നതായ തടങ്ങളാണ് ആ ആത്മാവാകുന്ന നദിയെ, ആ സംയമമാകുന്നതായ ജലത്തെ പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ദയയാണ് അതിലെ തരംഗം. ഈ പറയുന്നതായ ആത്മനദിയുടെ മനോഹാരിത എന്ന് പറയുന്നത് ദയാഭാവമാണ്. നേരത്തെ പറഞ്ഞ ഭക്തൻ ഉണ്ടാവേണ്ട ആത്യന്തികമായ പരമമായ ലക്ഷ്യം സർവഭൂത ദയാഭാവം. അതാണ് അതിലെ മനോഹരങ്ങളായ തരംഗങ്ങൾ. അങ്ങനെയുള്ള ആ ആത്മനദിയിലാണ് ആത്മതീർത്ഥത്തിലാണ് സ്നാനം ചെയ്യേണ്ടത്. അല്ലാതെ വാരിണ ശുദ്ധരിചാന്തരാത്മാ. ജലത്തിൽ മുങ്ങിയത് കൊണ്ട് നമ്മുടെ അന്തരാത്മാവ് ശുദ്ധമാകുന്നില്ല. അന്തരാത്മാവ് ശുദ്ധമാവണമെങ്കിൽ ഈ ആത്മനദിയിൽ തന്നെ നമ്മൾ ആത്മതീർത്ഥത്തിൽ തന്നെ മുങ്ങിക്കുളിക്കണം.
ആ മുങ്ങിക്കുളിക്കുന്നതിലൂടെ അതിന്റെ ജലമാകുന്ന നമ്മുടെ സംയമഭാവത്തെ നമ്മുടെ ശീലങ്ങളെ കൊണ്ട് നിലനിർത്തണം. ഈ ശീലമില്ലെങ്കിൽ ഐശ്വര്യമെല്ലാം ഇല്ലാതായി തീരും എന്ന് ശ്രീമദ് മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രര് ദുര്യോധനന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ധൃതരാഷ്ട്ര ദുര്യോധനോട് പറയുന്നത് പണ്ട് മഹാബലിയുടെ അരികത്ത് ആ ഇന്ദ്രൻ പോയ ഒരു കഥയാണ്. ആ ഇന്ദ്രൻ ബൃഹസ്പതിയോട് ചോദിച്ചു അത്രേ, എനിക്ക് ഈ ഐശ്വര്യമൊന്നും ഇല്ല, ഈ മഹാബലിക്ക് എങ്ങനെയാണ് ഇത്രയധികം ഐശ്വര്യം ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോ അത് നീ മഹാബലിയുടെ അരികത്ത് ചെന്ന് ശിഷ്യത്വം സ്വീകരിച്ച് പഠിക്കാനാണ് പറഞ്ഞത്. നേരെ ദുര്യോധനനോട് ധൃതരാഷ്ട്ര പറയുന്ന ഈ കഥയിൽ നമ്മൾ കാണുന്ന രംഗം ഈ മഹാബലിയുടെ അരികത്ത് ഇന്ദ്രൻ വരുന്നതാണ്. ഇന്ദ്രൻ മഹാബലിയുടെ ശിഷ്യനായി കഴിഞ്ഞുകൂടുകയും അങ്ങനെ മഹാബലിയോട് രഹസ്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നു. എന്താണ് ഈ ഐശ്വര്യത്തിന്റെ കാരണം? മഹാബലി പറയുന്നു, ഞാൻ സത്യത്തോട് ചേർന്ന് നിൽക്കുന്നു. ആ സത്യത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് എന്റെ മാർഗങ്ങൾ ധർമ്മമയമായി തീരുന്നു. ഈ ധർമ്മമാർഗത്തിൽ സഞ്ചരിക്കാൻ എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിർഭയത്വം നിലകൊള്ളുന്നു. ഈ നിർഭയത്വത്താൽ എൻ്റെ കർമ്മങ്ങൾ ശുദ്ധമായി തീരുന്നു. ഈ കർമ്മശുദ്ധി കൊണ്ട് എനിക്ക് നല്ല ശീലങ്ങൾ ഉണ്ടായിത്തീരുന്നു. ഈ ശീലങ്ങളെ കൊണ്ട് എനിക്ക് ഐശ്വര്യമുണ്ടാകുന്നു. ഇങ്ങനെ ആ മഹാബലി ഒരിക്കൽ ഈ പറയുന്ന ശീലഗുണത്തെ കൈവിട്ടപ്പോൾ മഹാബലിയുടെ ശരീരത്തിൽ നിന്ന് സാക്ഷാൽ മഹാലക്ഷ്മി ഇറങ്ങിപ്പോയി എന്നാണ് കഥ. അപ്പോൾ എല്ലാറ്റിനും അടിസ്ഥാനം ഈ ശീലഗുണമാണ്. ഈ ശീലഗുണത്തിന് കാരണമായി തീരുന്ന, മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ വാക്കുകളെയും നമ്മുടെ പ്രവൃത്തികളെയും സത്യസന്ധവും സ്നേഹനിർഭരവുമാക്കി തീർക്കാൻ സാധിക്കുന്ന വിഷ്ണു സഹസ്രനാമ ജപം ഈ കലികാലത്തിൽ, ഈ ആധുനിക യുഗത്തിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവാക്കൾ, നമുക്ക് ചുറ്റുമുള്ള സർവ്വരും വേണ്ടതുപോലെ പരിശീലിക്കേണ്ട ഏകമായിരിക്കുന്ന പരമമായ ധർമ്മം തന്നെയാണ്. ഈ ആത്മ തീർത്ഥാടനത്തിനായി എന്നോടൊപ്പം ഇത്ര നേരം സഞ്ചരിച്ച എല്ലാവരെയും ശ്രീ പത്മനാഭദാസന്മാരായ നിങ്ങൾ ഓരോരുത്തരുടെയും പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. ഒപ്പം എൻ്റെ അമ്മയുടെ അച്ഛൻ, അതായത് അമ്മാത്ത മുത്തച്ഛൻ, ആ ശ്രീ പത്മനാഭന്റെ പള്ളിവാള് പിടിക്കുന്ന ആളായിരുന്നു. ശ്രീകുമാരര് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ജയവിജയന്മാരുടെ വയലിനിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെയും ഞാൻ ഈ മനസ്സുകൊണ്ട് ഇപ്പോൾ സ്മരിക്കുകയാണ്. നെടുമങ്ങാടാണ് എൻ്റെ അമ്മയുടെ ഇല്ലം. അതുകൊണ്ട് തന്നെ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്നും വരാനും ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ചുറ്റും നടന്ന് എല്ലാം കണ്ട് ആനന്ദത്തോടു കൂടി അവിടെ തൊഴാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ആ തീർത്ഥാടനത്തിനായി പത്മനാഭസ്വാമി എന്നെ അനുഗ്രഹിക്കണേ എന്ന് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളിലും ഇപ്പോൾ അല്പനേരം നിങ്ങളെ കൊണ്ടുപോയി ആ ആത്മതീർത്ഥത്തിൽ സ്നാനം ചെയ്യാനായി കൂടെ കൊണ്ടുപോയ ഈ ഒരു സഹയാത്രികനെ കൂടി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തി ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യസി. എല്ലാവർക്കും വന്ദനം. നമസ്കാരമായ വിഷ്ണു വിഷയത്തെ കുറിച്ച് വളരെ വിശദമായിട്ട്, അതുപോലെ വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്ന ആദരണീയനായ ശ്രീ വെള്ളത്തിട്ട് കിഴക്കര മാധവൻ നമ്പൂതിരി അവർക്ക് പ്രണാമങ്ങളോട് കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് പ്രധാന കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ സെമിനാർ പൂർണ്ണമാക്കാം. നമ്മുടെ 2-3 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കറിയാം. എല്ലാ ശുക്ലപക്ഷ ഏകാദശിക്കും ക്ഷേത്രത്തിൽ നടക്കുന്ന ഹരിവലം, അത് അടുത്ത ഹരിവലം വരുന്നത് ഓഗസ്റ്റ് മാസം 5-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 5:30 അത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. അതുപോലെ ദിവസവും നമുക്കറിയാം കുലശേഖര മണ്ഡപത്തിൽ രാവിലെ 8:30 3 സഹസ്രനാമജപം നടക്കുന്നുണ്ട്. അതിപ്പോൾ ആ നാമജപം 19,40,00,000 ആയിരിക്കുന്നു. അതിലെല്ലാവർക്കും എല്ലാ ദിവസവും പങ്കെടുക്കാം 8:30 രാവിലെ. അടുത്ത സൂചന, വർഷത്തിലെ നമുക്കറിയാം 2 സമർപ്പണങ്ങളുണ്ട്. നമ്മുടെ സഹസ്രനാമജപം ആരംഭിച്ചത് മുതൽ ഇതുവരെ 2 സമർപ്പണങ്ങൾ പൂർത്തിയായി. അടുത്ത 3-ാം ഘട്ട സമർപ്പണം ഓഗസ്റ്റ് മാസം 9-ാം തീയതി ശനിയാഴ്ചയാണ് നടക്കുന്നത്. അന്ന് ശ്രാവണ പൗർണമി കൂടിയാണ്. ഇന്ന് നടന്ന സെമിനാർ 2-ാമത്തേതാണ്. 3-ാമത്തെ നമ്മുടെ ഈ സെമിനാർ നടക്കുന്നത് 2025 ഓഗസ്റ്റ് 7-ാം തീയതി വ്യാഴാഴ്ചയാണ്. അപ്പൊ ഈ തീയതികൾ എല്ലാവരും ഒന്ന് ഓർത്തു വെക്കണം എന്നുകൂടി അറിയിക്കുന്നു. അപ്പൊ ഇന്നത്തെ സെമിനാറിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. കൃതജ്ഞതയും ശാന്തിമന്ത്രത്തിനുമായിട്ട് ശ്രീമതി കവിത എ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി ഞാൻ കടക്കുന്നു. ഇന്നത്തെ ഓൺലൈൻ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് ശ്രീ കരമന ജയൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.
അടുത്തതായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര മഹിമ എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രഭാഷണം നടത്തിയ ശ്രീ ഡോക്ടർ വി വാസുദേവൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ധർമ്മസാരമായ വിഷ്ണു സഹസ്രനാമം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തിയ ഭാഗവത ശ്രീ മാധവൻ നമ്പൂതിരി അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ ഈ സെമിനാറിൽ പങ്കെടുത്ത എല്ലാ സജ്ജനങ്ങൾക്കും ശ്രീ പത്മനാഭ ഭക്ത മണ്ഡലിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ശാന്തി മന്ത്രം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും ശുഭരാത്രി.